കുഴൽമന്നം, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് രാവിലെയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ കടക്കാൻ പോകുന്ന ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. ഈ ദിവസം കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന വാർത്തകളിലേക്കാണ്. അതിലേറ്റവും പ്രധാനം ആക്സിയം 4ന്റെ മടങ്ങിവരവ് തന്നെയാണ്. നമുക്ക് വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ചരിത്രമെഴുതി ശുഭാംശു ശുക്ല. ആക്സിയം 4 അൺഡോക്കിംഗ് വിജയകരം. 18 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ദൗത്യസംഘം ഇന്ന് തിരികെ എത്തും. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുമോ? മോചനത്തിന് മുന്നിലുള്ളത് 24 മണിക്കൂർ മാത്രം. യമനിൽ സുപ്രധാന യോഗം. കേസിൽ നിർണായക ഇടപെടലുമായി കാന്തപുരം പ്രതിനിധികൾ. നിപ്പ ജാഗ്രതയിൽ വീണ്ടും കേരളം. പാലക്കാട്ട് നിപ്പ ബാധിച്ചു മരിച്ച വയോധികന്റെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. സമ്പർക്ക പട്ടികയിൽ 286 പേർ. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ കർണാടക വനിതാ കമ്മീഷന്റെ ഇടപെടൽ. പ്രത്യേക സംഘം രൂപീകരിക്കണമെന്ന് കമ്മീഷൻ അധ്യക്ഷ നാഗലക്ഷ്മി ചൌധരി. വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരം. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് മടങ്ങിയില്ല. അമേരിക്കൻ ചികിത്സ കഴിഞ്ഞ് മുഖ്യമന്ത്രി കേരളത്തിൽ തിരിച്ചെത്തി. കീം റാങ്ക് ലിസ്റ്റിൽ കേരള സിലബസുകാരുടെ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. തടസ്സ ഹർജിയുമായി CBSE വിദ്യാർത്ഥികൾ. നാളത്തെ കോടതി നിർദ്ദേശം നിർണായകം. വിഭാഗീയത തലവേദനയായി CPI. സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. പരസ്യ പ്രതികരണത്തിന്റെ പേരിൽ മുകുന്ദനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തം. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ്. 50 ദിവസത്തിനകം വെടിനിർത്തലിന് തയ്യാറായില്ലെങ്കിൽ റഷ്യയ്ക്കുമേൽ 100% തീരുവ ഏർപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ശുഭാംശു ശുക്ലയും സംഘവും ഇന്ന് ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നത് തന്നെയാണ്. ഉച്ചയ്ക്ക് 3 മണിയോടെ ഡ്രാഗൺ പേടകം പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുമെന്നാണ് വിവരം. തുടർന്ന് ടെക്സസിലെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് ഈ സംഘത്തെ എത്തിക്കും. വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നുണ്ട്. അജയ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രതീക്ഷയുള്ളൊരു പ്രഭാതമാണിത്. അത് ഒരു ഇന്ത്യക്കാരൻ, ഇന്ത്യയുടെ സൈന്യത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരാൾ, ഒരു സാധാരണക്കാരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ തന്റെ പ്രവൃത്തി പരിചയവുമായി തിരികെ ഭൂമിയിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, ആക്സിയം 4 എന്ന ദൗത്യം തന്നെ വളരെ സുപ്രധാനമാണ്. സ്വകാര്യ പങ്കാളിത്തത്തോടെ നടക്കുന്ന ഏറ്റവും വലിയ 2ാമത്തെ ദൗത്യം എന്ന നിലയിൽ ഇന്നലെ വൈകിട്ടോടെ അൺഡോക്കിംഗ് പൂർത്തിയായി ഭൂമിയിലേക്ക് പുറപ്പെട്ടതാണ്. ഇപ്പോൾ നമുക്ക് നാസയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? എല്ലാം കൃത്യമായി തീരുമാനിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ടോ? ശ്രീജ, ഇതുവരെ പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ നടന്ന് ഇപ്പോൾ ശുഭാംശു ശുക്ലയും സംഘവും ഭൂമിയിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അൺഡോക്കിംഗ് സമയത്ത് കമ്മ്യൂണിക്കേഷനിലുണ്ടായ ചെറിയ പിഴവ് കാരണം ഒരു 10 മിനിറ്റ് ഈ അൺഡോക്കിംഗ് ഡിലേ ആയിരുന്നു. ആ ഒരു ഘട്ടം ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാ കാര്യങ്ങളും ശുഭകരമായി തന്നെ നടന്നിരുന്നു. 4 ഘട്ടത്തിലുള്ള അതിൻ്റെ എഞ്ചിനുകൾ ജ്വലിപ്പിക്കുന്ന നടപടികൾ എല്ലാം പൂർത്തിയായി ഇപ്പോൾ ഭൂമിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മടങ്ങിവരവിൽ ഇനി 2 തവണ കൂടി എഞ്ചിൻ ജ്വലിപ്പിക്കണം. അത് ഡീഓർബിറ്റൽ പ്രക്രിയ ആരംഭിക്കുമ്പോഴാണ്. അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് ഈ പേടകത്തിൻ്റെ വേഗത കുറയ്ക്കുന്ന പ്രക്രിയയിലാണ് ഈ ഒരു 2 തവണ ഡീഓർബിറ്റൽ നടപടികൾക്കായിട്ട് എഞ്ചിൻ ജ്വലിപ്പിക്കേണ്ടത്. അതിനുശേഷം ഇത് നമ്മൾ പറഞ്ഞതുപോലെ കാലിഫോർണിയ
കാലിഫോർണിയ തീരത്തിനടുത്തുള്ള പസഫിക് സമുദ്രത്തിൽ ഇത് സ്പ്ലാഷ് ഡൗൺ ചെയ്യും. അതിനുശേഷം ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക ടെക്സസിലേക്കാണ്. ഇവരെ ആദ്യം ഈ ഒരു പേടകം അത് ക്രെയിൻ വഴി ബോട്ടിലേക്ക് മാറ്റും. ആ ബോട്ടിൽ നിന്ന് ഇവരെ ഹെലികോപ്റ്റർ മാർഗമാണ് ടെക്സസിലേക്ക് എത്തിക്കുക. ടെക്സസിൽ ജോൺസൺ സ്പേസ് സെൻറ്ററിലാണ് ഇവരെ 7 ദിവസത്തെ പ്രത്യേക നിരീക്ഷണത്തിൽ ഇവരെ വയ്ക്കും. പ്രത്യേക ഡോക്ടർമാരുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ശുഭാംശു ശുക്ല ഇന്ത്യയിലേക്ക് വരിക. ഇന്ത്യക്ക് വേണ്ടി ചെയ്ത പ്രത്യേക 7 പരീക്ഷണങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ കൊണ്ടുപോയത്. അതിൻ്റെ സാമ്പിളുകൾ ഉൾപ്പെടെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ നിരവധി പ്രത്യേകതകൾ ഈ ദൗത്യത്തിനുണ്ട്. ഇന്ത്യ, അതുപോലെ പോളണ്ട്, ഹംഗറി തുടങ്ങിയിട്ടുള്ള രാജ്യത്തെ പ്രതിനിധികളെ ഒരു 4 ഡിക്കേഡ്സിന് ശേഷം ബഹിരാകാശത്ത് എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്ന ഒരു വലിയ പ്രത്യേകത ഈ മിഷനുണ്ട്. അതുമാത്രമല്ല 60 പരീക്ഷണങ്ങൾ ഈ ഒരു ദൗത്യത്തിൽ ഈ ബഹിരാകാശ സഞ്ചാരികൾ ചെയ്തു. അത് 31 രാജ്യങ്ങളിൽ നിന്നുള്ള 60 പരീക്ഷണങ്ങളാണ് ഈ ദൗത്യത്തിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ തദ്ദേശീയമായിട്ടുള്ള പരീക്ഷണങ്ങളുമുണ്ട്. ഇത്രയധികം പരീക്ഷണങ്ങൾ ഒരു സ്വകാര്യ ദൗത്യത്തിൽ പൂർത്തീകരിക്കുന്നത് ഇത് ആദ്യമാണെന്ന് തന്നെ പറയാം. അങ്ങനെ പലതരത്തിലുള്ള ഒരു പ്രത്യേകതകളുണ്ട്. മാത്രമല്ല ഇന്ത്യക്ക് വലിയൊരു പ്രതീക്ഷയുമാണ്. ഗഗൻയാൻ ദൗത്യത്തിലാണെങ്കിലും ഇന്ത്യയുടെ ഭാവിയിലുള്ള ബഹിരാകാശ നിലയ പദ്ധതിക്കാണെങ്കിലും ഈ ശുഭാംശു ശുക്ല ഇപ്പോൾ പ്രാഥമികമായി നടത്തിയ പരീക്ഷണങ്ങളിലെ വിവരങ്ങളെല്ലാം തീർച്ചയായിട്ടും നിരീക്ഷണ വിധേയമാക്കേണ്ടതുണ്ട്. അതിനെല്ലാം ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പാണ്. ഇന്ന് 3 മണിക്ക് തന്നെ സ്പ്ലാഷ് ഡൗൺ ചെയ്യുമെന്നാണ് വിവരം. ചിലപ്പോൾ ഇത് നേരത്തെ ആകാനും സാധ്യതകളുണ്ട്. മണിക്കൂറിൽ 26,400 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന പേടകത്തിൻ്റെ ഒരു സ്പീഡ് ഇനി ഘട്ടം ഘട്ടമായി കുറച്ച് കൊണ്ടുവരണം. ഇപ്പോൾ ഇന്ന് തന്നെ ഇത് ഇപ്പോൾ എല്ലാം നമുക്ക് ശുഭകരമായിട്ടുള്ള വാർത്ത കേൾക്കാനാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ശ്രീജ. ഈ പരീക്ഷണങ്ങൾ അജയ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഒരുപക്ഷെ ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യവുമായിട്ട് നേരിട്ടൊന്നും നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ പോലും ശുഭാംശു ശുക്ലയെ പോലെ ഒരു ബഹിരാകാശ യാത്രികന്റെ എക്സ്പീരിയൻസ് നമുക്ക് പലതരത്തിലും പ്രയോജനപ്പെടും. അത് ആ മേഖലയിൽ മാത്രമല്ല, ഈ ശരീരത്തിൻ്റെ ഘടനയിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ ഒരുപക്ഷെ ഭാവിയിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ചില പരീക്ഷണങ്ങൾ, എത്രയോ കാലമായി നടന്നു വരുന്ന ചില പരീക്ഷണങ്ങളുടെ തുടർച്ചയായി വളരെ പ്രധാനപ്പെട്ട ചില പരീക്ഷണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതിൽ ശുഭാംശു ശുക്ല ഒരു പ്രധാന പങ്കും വഹിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം നിർണായകമാണ്, എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ഇന്ത്യയുടെ നിർണായകമായിട്ടുള്ള 7 പരീക്ഷണങ്ങളാണ് ശുഭാംശു ശുക്ല നടത്തിയിട്ടുള്ളത്. ഇവയിൽ ഏറ്റവും പ്രധാനം ഈ വിത്തുകൾ മുളപ്പിക്കുക. ബഹിരാകാശത്ത് 6 വ്യത്യസ്ത തരം വിത്തുകളുമായിട്ടാണ് ശുഭാംശു ശുക്ല എത്തിയത്. ഈ വിത്തുകളെ ബഹിരാകാശത്തെ സീറോ ഗ്രാവിറ്റി അന്തരീക്ഷത്തിൽ മുളപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു നിർണായകമായിട്ടുള്ള കാര്യം അത് ശുഭാംശു ശുക്ല ചെയ്തു കഴിഞ്ഞു. ഇനി ഈ മുളപ്പിച്ച വിത്തുകളെ ഭൂമിയിലേക്ക് എത്തിക്കും. അത് ഭൂമിയിലെ അന്തരീക്ഷത്തിൽ അവയെ വളർത്തിയെടുത്ത് അവയുടെ ഓരോ ഘട്ടവും നിരീക്ഷിക്കും. അത് ബഹിരാകാശത്ത് മുളപ്പിച്ചെടുത്ത വിത്തുകളുടെ ഭൂമിയിലെ വളർച്ച എപ്രകാരമാകും എന്നുള്ള ഒരു പരീക്ഷണമാണ് ഇതിലൂടെ നടത്തുക. ഇതുവഴി തന്നെ ഭാവിയിൽ ഇനി നമുക്ക് വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അത് ബഹിരാകാശത്തെ സാഹചര്യത്തിൽ എങ്ങനെ ചെടികളെ വളർത്തിയെടുക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ശുഭാംശു ശുക്ല ഏറ്റവും കൂടുതൽ സമയമെടുത്ത് നടത്തിയിട്ടുള്ള പരീക്ഷണമായിട്ടുള്ള മസിൽ സെൽസിൻ്റെ അതുപോലെ തന്നെ ബോൺ സെൽസിൻ്റെ മാറ്റങ്ങൾ വരുന്ന പരീക്ഷണങ്ങൾ, അതായത് ബഹിരാകാശത്തെ സീറോ ഗ്രാവിറ്റിയിൽ എത്തുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മസിൽസിന് അത് ഭാരം നഷ്ടപ്പെടും. മസിൽസിനും സ്കെൽറ്റൻസിനും ഭാരം നഷ്ടപ്പെടും. അതിനുശേഷം നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക അതിൻ്റെ സാമ്പിളുകളും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പിളുകൾ തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. ശുഭാംശു ശുക്ല അദ്ദേഹം ഹാം റേഡിയോ വഴി വിദ്യാർത്ഥികളുമായി സംവദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം തനിക്ക് ബഹിരാകാശത്തെത്തിയപ്പോൾ സ്പേസ് സിക്നസ് അനുഭവപ്പെട്ടു എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ബഹിരാകാശത്ത് ഒരുപാട് സമയം ചെലവഴിക്കുന്ന സഞ്ചാരികൾക്ക് ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഇവയെ അതിജീവിക്കാനായി എന്തൊക്കെ ചെയ്യാനാകും എന്നുള്ള കാര്യങ്ങളാണ് ഇവയിലൂടെ പഠിക്കുക. മാത്രമല്ല ഇത് നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്തിനും ഒരു നിർണായകമായിട്ടുള്ള കണ്ടുപിടുത്തം തന്നെയാണ്. പ്രായമായവർക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ എല്ലുകളുടെയും അതുപോലെ തന്നെ മസിൽസിൻ്റെയും ഒക്കെ ബലക്ഷയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബലക്ഷയത്തിന് ആവശ്യമായിട്ടുള്ള ചികിത്സയും ഈ നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് ഭാവിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതുപോലെ ബഹിരാകാശത്തുള്ള ബാക്ടീരിയകളുടെ വളർച്ച, പിന്നെ സിംഗിൾ സെൽസ് ഓർഗാനിസത്തിൻ്റെ അതിൻ്റെ വളർച്ച, പിന്നെ പ്രകാശ സംശ്ലേഷണം എപ്രകാരമാണ് ബഹിരാകാശത്ത് നടക്കുന്നത്. അതുമാത്രമല്ല കമ്പ്യൂട്ടർ സ്ക്രീനുകൾ ഉപയോഗിക്കേണ്ട വിധം ബഹിരാകാശത്തുള്ളത് പ്രത്യേകതരം. ഇത്തരത്തിൽ കമ്പ്യൂട്ടർ സ്ക്രീനുകൾ നമ്മൾ ഭൂമിയിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ മൊബൈൽ സ്ക്രീനിലാണെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലാണെങ്കിൽ നോക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവലിൽ മാറ്റം വരാറുണ്ട്.
പറയാറുണ്ട്. ഇത് ബഹിരാകാശത്ത് വെച്ച് എപ്രകാരമാണ് എന്നുള്ള നിരീക്ഷണങ്ങൾ ശുഭാംശു ശുക്ല നടത്തുന്നുണ്ട്. ഇതനുസരിച്ച് ബഹിരാകാശത്ത് മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന പ്രത്യേക കമ്പ്യൂട്ടറുകളും സ്ക്രീനുകളും തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാനും ഇന്ത്യ ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള 7 പരീക്ഷണങ്ങൾ ശുഭാംശു ശുക്ല നടത്തുന്നുണ്ട്. മൊത്തം സംഘം നടത്തുന്നത് 60 പരീക്ഷണങ്ങളാണ്. 31 രാജ്യങ്ങളിലെ 60 പരീക്ഷണങ്ങൾ. ഇത്തരത്തിൽ തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ 580 പൗണ്ട് അടങ്ങിയ നിർണായകമായിട്ടുള്ള വിവരങ്ങളും കൊണ്ടാണ് ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ഇവർ സ്പ്ലാഷ് ഡൗൺ ചെയ്യാൻ പോകുന്നത്. ശ്രീജ, അജയ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ നമുക്കൊക്കെ ഇപ്പോൾ സ്പ്ലാഷ് ഡൗൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന് ശേഷമുള്ള ഘട്ടങ്ങൾ ഇതെല്ലാം നമുക്ക് പരിചിതമായത് സുനിത വില്യംസിൻ്റെ മടങ്ങി വരവോടെയാണ്. നമുക്ക് അതേക്കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടിയത്. നമ്മുടെ ഒരു ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇത്തരം ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കും, അവരുടെ ശരീര ഘടനയ്ക്ക് എന്ത് സംഭവിക്കും എന്നൊക്കെ ഉള്ളത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ അന്ന് നമ്മൾ കണ്ടതാണ് ഈ സ്പ്ലാഷ് ഡൗണിന് ശേഷം അവരെ നേരിട്ട് സ്ട്രെച്ചറിലേക്ക് കൊണ്ടുപോകുന്നതും ജോൺസൺ സെൻറ്ററിലേക്ക് മാറ്റുന്നതുമൊക്കെ. അതേ ഒരു പ്രോസസ്സിൽ കൂടെ തന്നെയാണോ ഇവരും കടന്നു പോകേണ്ടി വരിക? ഇവർക്ക് വളരെ ചുരുങ്ങിയ കാലയളവ് മാത്രമാണ്, ഒരു 18 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിന് സമാനമായ രീതിയിൽ ഈ സീറോ ഗ്രാവിറ്റിയിൽ ജീവിച്ച് തിരിച്ചു വന്നതിന് അന്ന് കണ്ടതിന് സമാനമായ രീതിയിൽ തന്നെയാണോ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ? തീർച്ചയായിട്ടും അതേപോലെയുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് ഇന്നും പിന്തുടരാൻ പോകുന്നത്. ഇത് ഒരുപക്ഷെ ശുഭാംശു ശുക്ലയ്ക്കും അതുപോലെ തന്നെ സ്ലാവോ സുസ്നാവിസ്കിക്കും എല്ലാം ഇതൊരു പുതിയ അനുഭവമാണെങ്കിലും കൂടെയുള്ള പെഗി വിറ്റ്സന് ഇത് അവർ നിരവധി തവണ അവർ ഇതിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ആക്സിയം സ്പേസ് ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതിൽ പെഗി വിറ്റ്സനും അതുപോലെ ശുഭാംശു ശുക്ലയും ഒന്നിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ശുഭാംശു ശുക്ല ഇതെല്ലാം തൻ്റെ പുതിയ ആദ്യമായി അനുഭവിക്കുന്നതാണെന്ന് പറയുമ്പോൾ പെഗി വിറ്റ്സൺ ഇപ്പോൾ ഒരു അനുഭവ സമ്പത്തുള്ളയാൾ, ഇപ്പോൾ സുനിത വില്യംസിനേക്കാൾ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുള്ള വനിത കൂടിയാണ് പെഗി വിറ്റ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഒരുപാട് സമയം ഇതിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ നമ്മളെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, ശുഭാംശു ശുക്ലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവം തന്നെയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ പെഗി വിറ്റ്സനോടൊപ്പമുള്ള ആ വീഡിയോയിൽ അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞിരുന്നു, ബഹിരാകാശത്ത് ആദ്യം സീറോ ഗ്രാവിറ്റി അനുഭവിച്ചപ്പോൾ തനിക്ക് ആദ്യം ഒരു കൗതുകവും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. തിരിച്ച് ഭൂമിയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്ന മാറ്റങ്ങളെന്നറിയാൻ താൻ കൗതുകത്തോടെ കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹം ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് ഇവർ ആദ്യം ഈ സ്പ്ലാഷ് ഡൗൺ ചെയ്തതിന് ശേഷം ഈ സ്പേസ് ക്യാപ്സ്യൂൾ ആണ് ക്രെയിൻ മാർഗം ഇവരുടെ സ്പേസ് എക്സിൻ്റെ ഷിപ്പിലേക്ക് മാറ്റുക. ഈ ഷിപ്പ് അത് നേരെ ഷിപ്പിൽ നിന്ന് ഇവരെ എയർലിഫ്റ്റ് ചെയ്ത് നേരെ ടെക്സസിലേക്കാണ് കൊണ്ടുപോവുക. ടെക്സസിലുള്ള ജോൺസൺസ് സ്പേസ് സെൻറ്ററിലേക്ക് ഇവരെ 7 ദിവസത്തെ നിരീക്ഷണങ്ങളിൽ പാർപ്പിക്കും. ഇതും അതേപോലെ അതിന് സമാനമായി തന്നെ ഇവരെ സ്ട്രക്ചറിൽ സ്പേസ് ക്യാപ്സ്യൂളിൽ നിന്ന് അതേപോലെ തന്നെ ആയിരിക്കും പുറത്തേക്ക് എടുക്കുക. ഇതെല്ലാം നമുക്ക് ഇന്ന് തത്സമയം കാണാനാകും. 3 മണിക്കാണ് സ്പ്ലാഷ് ഡൗൺ സമയം അറിയിച്ചിട്ടുള്ളത്. ചിലപ്പോൾ നേരത്തെ ആകാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് മുൻപേ തന്നെ ഇപ്പോൾ ആക്സിയം സ്പേസിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ നാസയുടെ ആണെങ്കിൽ ലൈവ് ഫീഡ്സ് നമുക്ക് ലഭ്യമാകും. ശ്രീജ, ശരി. അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. 3 മണിയോടെ ആക്സിയം 4 ദൗത്യ സംഘം തിരികെ ഭൂമിയിലേക്കെത്തും. കാലിഫോർണിയൻ തീരത്തിനോടടുത്ത് പസഫിക് സമുദ്രത്തിലാണ് സ്പ്ലാഷ് ഡൗൺ ചെയ്യുക. ഇതൊക്കെ നമുക്ക് കേട്ടുപരിചയമുണ്ട്, നമ്മൾ കണ്ടതാണ്. നേരത്തെ സുനിത വില്യംസും ബോറിസ് ജോൺസണും അവർ രണ്ടുപേരും കൂടെ എത്തിയ സമയത്ത് നമ്മൾ ഈ ഒരു പ്രൊസീജിയറൊക്കെ എങ്ങനെയാണ് ഈ സ്പ്ലാഷ് ഡൗൺ അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിക്കുക എന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ തന്നെ ഈ ആക്സിയം 4 ദൗത്യ സംഘത്തിനും അതേ നടപടിക്രമങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടി വരിക. എല്ലാം ഇതുവരെ ഓക്കെയാണ്, നിശ്ചയിച്ചത് പ്രകാരം തന്നെ നടക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളും അതേപടി ശുഭകരമായ ആ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അടുത്ത വാർത്തയിലേക്ക് വരുമ്പോൾ അത്ര ശുഭകരമല്ല കാര്യങ്ങൾ. നിമിഷപ്രിയയുടെ മോചനത്തിന് ഇനി നമുക്ക് മുന്നിലുള്ളത് 24 മണിക്കൂർ മാത്രമാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധികൾ യമനിൽ ചർച്ച നടത്തി, പക്ഷേ ഒരു തീരുമാനം ഇതുവരെയും ആയിട്ടില്ല. നിമിഷപ്രിയയുടെ മോചനത്തിന് ഇനിയുള്ള ഓരോ മിനിറ്റും നിർണായകമാണ്, ഓരോ നീക്കവും നിർണായകമാണ്. MG മിഥുനാണ് വിവരങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ഒരു വളരെ ശുഭകരമായ വാർത്ത പറഞ്ഞ് അടുത്തത് നമുക്ക് പറയേണ്ടി വരുന്നത് ഓരോ മിനിറ്റും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, അത് നിമിഷപ്രിയയുടെ മോചനമാണ്. ആ കുടുംബം ഇതുവരെയും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സാഹചര്യത്തിൽ ചർച്ചകൾ വളരെ ദുഷ്കരമാണ്. പക്ഷേ കാന്തപുരത്തിൻ്റെ ഇടപെടലിൽ എല്ലാവർക്കും വലിയ പ്രതീക്ഷയുണ്ട്. ഇന്നലെ വലിയ ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്?
ശ്രീജ, ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് കുടുംബവും ഒപ്പം തന്നെ മറ്റുള്ളവരും ഉള്ളത്. കാരണം ഇന്ന് രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. അതായത് ഒന്ന്, ഈ ശിക്ഷാവിധി റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. മറ്റൊന്ന്, ഈ ശിക്ഷാവിധി നടപ്പാക്കുന്നത് നീട്ടിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കാനുള്ളൊരു നീക്കവും ഇതിൻ്റെ ഭാഗത്ത് നടത്തുന്നുണ്ട്. കാരണം ഒരുപക്ഷെ ഈ ചർച്ചകളൊന്നും തന്നെ ഫലവത്തായില്ല എങ്കിൽ നാളെ ഈ ശിക്ഷാ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. നാളെയാണ് ഈ വധശിക്ഷ നടപ്പാക്കേണ്ട ഡേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ നടപടികൾ ജയിലധികൃതർ തുടങ്ങിക്കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സനായിലെ ക്രിമിനൽ കോടതിയിൽ ഹർജി നൽകാനാണ് ഇപ്പോൾ തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അടിയന്തരമായി തന്നെ ഇന്നത് സനായിലെ ക്രിമിനൽ കോടതി അത് പരിഗണിക്കുകയും ചെയ്യും. സ്വാഭാവികമായും നാളെ വധശിക്ഷ നടപ്പാക്കേണ്ട ഒരു കേസായതിനാൽ തന്നെ ഇന്ന് തന്നെ അത് അടിയന്തരമായി പരിഗണിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ അത് നീട്ടിവെക്കാനുള്ളൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ നേരത്തെ ഈ ഉത്തരവൊക്കെ ഇറക്കിയതായതുകൊണ്ട് തന്നെ ക്രിമിനൽ കോടതി അതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ തലാലിൻ്റെ കുടുംബവുമായുള്ള ചർച്ചയാണ്. അതായത് ഇപ്പോഴുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് തലാലിൻ്റെ കുടുംബത്തിന് ഇക്കാര്യത്തിലുള്ള ഐക്യമില്ല എന്നുള്ളതാണ്. ദിയാദനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ പല ആളുകൾക്കും അതിൽ എതിർപ്പുണ്ട്. ചില ആളുകൾ അതിനെ അനുകൂലിക്കുന്നുണ്ട്. കാരണം ഒരു മനുഷ്യജീവൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ അതിൽ അനുകൂലിക്കുന്ന ചില ആളുകളുണ്ട്. ഒപ്പം തന്നെ ഈ ഗോത്ര വിഭാഗക്കാർ, കാരണം ഈ ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട അവിടുത്തെ MLA ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട പൗരൻ കൂടിയാണ് ഈ കൊല്ലപ്പെട്ട തലാൽ. അതുകൊണ്ട് തന്നെ ആ വിഭാഗങ്ങൾക്ക് ഈ ദിയാദനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കടുത്ത എതിർപ്പുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം. കേന്ദ്രം ഇപ്പോൾ ഔദ്യോഗികമായി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇനി കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളാണ്. കാരണം ചെയ്യാനുള്ളതെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഒരു അനുകൂല നിലപാട് കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല, യമൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. പക്ഷേ ഈ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുകൂല നടപടി ഉണ്ടാകുമെന്ന തരത്തിലുള്ള ഒരു സൂചനയും ലഭ്യമായിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യയെ സംബന്ധിച്ച് അവിടെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഇപ്പോഴും നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസവും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അത് ഇന്നും തുടരുമെന്നുള്ളത് തന്നെയാണ്. ഈ ഗോത്ര വിഭാഗക്കാരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ച ഇതിൻ്റെ ഭാഗമായി നടക്കുകയും ചെയ്യും. സുന്നി വിഭാഗത്തിൻ്റെ നേതാക്കളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് മുൻകൈ എടുത്തിട്ടുള്ളത്. ആ സംഘം അവിടെയുണ്ട്. ഒപ്പം തന്നെ മനുഷ്യാവകാശ പ്രതിനിധികളുണ്ട്, നിമിഷയുടെ കുടുംബമുണ്ട്. ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഈ കുടുംബത്തെ അനുനയിപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ തലാലിൻ്റെ സഹോദരനാണ് ഈ ഒരു തരത്തിലും ഈ ദിയാദനം സ്വീകരിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് കുടുംബാംഗങ്ങളിൽ ചിലർ ഇതിനെ അനുകൂലിക്കുന്നുണ്ട്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ മകനെ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരനെയൊക്കെ വലിയ ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി മാറ്റിയ സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഒരു മാപ്പും നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അത് അർഹിക്കുന്നില്ല എന്ന നിലപാടാണ് ഒരു വിഭാഗം സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ദിയാദനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഗോത്ര വിഭാഗക്കാർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന വിഷയം ഇത്തരത്തിൽ ഈ വിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു പൗരനെ കൊലപ്പെടുത്തിയ കേസാണ്. അതുകൊണ്ട് തന്നെ അതിൽ ദിയാദനം കൈപ്പറ്റിക്കൊണ്ട് അത്തരത്തിൽ ഒരു മാപ്പ് നൽകേണ്ട ആവശ്യകത ഉണ്ടോ ഈ കേസിൽ എന്നുള്ളതാണ് അവർ പ്രധാനമായും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ കുടുംബത്തെ മാത്രം അനുനയിപ്പിച്ചാൽ മതിയെങ്കിൽ ഇപ്പോൾ ഗോത്ര വിഭാഗത്തെ കൂടി അനുനയിപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരെയും അനുനയിപ്പിക്കുന്ന ചർച്ചകൾ ഇന്ന് പുരോഗമിക്കുകയാണ്, അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഒരുപക്ഷേ ഈ ശിക്ഷാവിധി റദ്ദാക്കുന്ന കാര്യത്തിൽ ഒരു കാലതാമസം ഉണ്ടായാൽ പോലും തന്നെ നാളത്തെ ഈ ശിക്ഷ നടപ്പാക്കുന്ന ആ സമയം അത് നീട്ടി വെക്കാനുള്ള ഒരു തീരുമാനം സനായിലെ ക്രിമിനൽ കോടതി ഇന്ന് അനുവദിച്ചാൽ അത് വളരെ ആശ്വാസകരമാകുമെന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കാത്തിരിപ്പാണ് ശ്രീജ ഇനിയുള്ളത്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവസാന നിമിഷം വരെയും ആ പ്രതീക്ഷയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലിലൂടെ ആ കുടുംബത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയും. ദിയാധനം സ്വീകരിക്കുക എന്നതാണ് ശരീഅത്ത് നിയമപ്രകാരം ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട കാര്യം. പക്ഷെ അത് കുടുംബം തയ്യാറല്ല എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. ആ കാര്യത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. പാലക്കാട് കുമരംപുത്തൂരിൽ നിപ്പ ബാധിച്ച് മരിച്ച വയോധികന്റെ റൂട്ട് മാപ്പ് ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിരിക്കുകയാണ്. ആശങ്കയുള്ള സാഹചര്യമാണ്. കഴിഞ്ഞ 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെ രോഗി സഞ്ചരിച്ച വഴികളാണ് ഈ റൂട്ട് മാപ്പിലുള്ളത്. എന്തായാലും ആ റൂട്ട് മാപ്പ് പുറത്തു വന്നതിന് പിന്നാലെ പാലക്കാട് ജില്ലയിലെ മുഴുവൻ ആളുകളും മാസ്ക് ധരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മണ്ണാർക്കാട് കുമരംപുത്തൂർ സ്വദേശിയായ വയോധികൻ നിപ്പ ബാധിച്ചു മരിച്ചതോടെ അതീവ ജാഗ്രതയിലാണ് പാലക്കാട് ജില്ല. 4ഓളം ആശുപത്രികളിൽ സന്ദർശനം നടത്തിയ രോഗിയുടെ റൂട്ട് മാപ്പ് ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടു.
കഴിഞ്ഞ 6-ാം തീയതി രാവിലെയാണ് വയോധികന് രോഗലക്ഷണങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും സന്ദർശിച്ചു. 8-ാം തീയതി രാവിലെ 9:30 മുതൽ 1 മണിവരെ വട്ടമ്പലത്തിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചികിത്സ തേടി. 11-ാം തീയതിയോടെയാണ് രോഗിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 12-ന് വൈകിട്ടോടെ മരിച്ചു. രോഗി പൊതുഗതാഗതം ഉപയോഗിച്ചിട്ടില്ല എന്നും രോഗിയുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ഒരു ബന്ധുവിനെയും ആരോഗ്യ പ്രവർത്തകയെയും പനിയെ തുടർന്ന് പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ജില്ലാ കളക്ടർ അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ ജനങ്ങൾ പരമാവധി ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും വേണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. കുമരംപുത്തൂർ, കരിമ്പുഴ, കാരാകുറിശി പഞ്ചായത്തുകളും മണ്ണാർക്കാട് നഗരസഭയിലെ 17 വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അതേസമയം രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനയും പുരോഗമിക്കുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. കോടതി വിധിയുടെ പകർപ്പ് ലഭിച്ചാൽ ഉടൻ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലേക്ക് പുതിയ വിസിമാരെ നിയമിക്കാനുള്ള പാനൽ സർക്കാർ ഗവർണർക്ക് കൈമാറും. സർക്കാർ നൽകുന്ന 3 അംഗ പാനലിൽ നിന്നാകും പുതിയ വിസിയെ തീരുമാനിക്കുക. ഇന്ന് തന്നെ ഗവർണർക്ക് പട്ടിക കൈമാറാനാണ് നീക്കം. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകണോ എന്ന കാര്യത്തിൽ രാജ്ഭവനും ഇന്ന് തന്നെ തീരുമാനമെടുത്തേക്കും. വിവരങ്ങളുമായി വി അരുൺ ചേർന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ് നിലവിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെയൊക്കെ സാഹചര്യത്തിൽ സർക്കാരിന് അനുകൂലമായൊരു വിധി വന്നിരിക്കുന്നു. അത് ഗവർണർക്ക് വലിയ തിരിച്ചടിയുമാണ്. ആ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് നടപടികളിലേക്ക് കടക്കാനും ഇതുവരെയുള്ള ക്ഷീണം തീർക്കാനുമായിരിക്കും എന്തായാലും ആലോചന. അതെങ്ങനെയൊക്കെയാണ് നടപടിക്രമങ്ങൾ? ശ്രീജ, സർക്കാരിന് വലിയ ആശ്വാസമാണ്. മാത്രമല്ല ഗവർണർക്ക് വലിയ തിരിച്ചടിയുമാണ്. ഗവർണർ എന്ന് പറയുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്ത തീരുമാനമാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഗവർണറാകും അതിന്റെ ഒരു നാണക്കേടും തിരിച്ചടിയും നമുക്ക് അദ്ദേഹത്തിനാകും ഏൽക്കേണ്ടി വരിക. കാരണം സർക്കാരുമായി ഈ സർവകലാശാല വിഷയത്തിൽ തുറന്ന പോരിലാണ് ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും. ആ സമയത്ത് ഇങ്ങനെ ഒരു കോടതി വിധി ഉണ്ടായത് സ്വാഭാവികമായും ഇപ്പോഴത്തെ ഗവർണർക്കും തിരിച്ചടി തന്നെയാണ്. ഈ വിധി വരുമ്പോൾ ഗവർണർ തിരുവനന്തപുരത്ത് ഉണ്ടായതിൽ അദ്ദേഹം നാട്ടിലെ ഗോവയിലേക്ക് പോയിരിക്കുകയായിരുന്നു. അദ്ദേഹം ഓഫീസുമായി ബന്ധപ്പെട്ട ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഒരുപക്ഷെ തീരുമാനമുണ്ടാകും. ഇതിൽ അപ്പീൽ പോകാനാണോ അല്ലെങ്കിൽ വിധി അംഗീകരിക്കാനാണോ ഗവർണറുടെ തീരുമാനമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സർക്കാരാകട്ടെ ഇനി ഒന്നും നോക്കാനില്ല. ഇക്കാര്യത്തിൽ സർക്കാർ വളരെ വേഗത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകും. ഈ വിധി പകർപ്പ് ഇന്നലെ രാത്രിയോടുകൂടി സർക്കാരിന് കിട്ടിയിരിക്കണം. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ സർക്കാർ ഈ നടപടികളുമായി മുന്നോട്ട് പോകും. അതായത് 3 അംഗ പാനൽ വീതം നൽകും 2 സർവകലാശാലകളിലേക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. അത് ആർ ബിന്ദുവാണ് ആ പട്ടിക അല്ലെങ്കിൽ ആ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പട്ടിക നൽകേണ്ടത്. വകുപ്പ് മന്ത്രിയുമായി ആലോചിച്ച ശേഷം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആ പട്ടിക ഇന്ന് തന്നെ രാജ്ഭവന് കൈമാറിയേക്കും. ഇന്ന് തന്നെ ആ വിധി പകർപ്പ് പരിശോധന പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ പട്ടിക കൈമാറും. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മുഖ്യമന്ത്രിയുടെ വകുപ്പായ ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിന് കീഴിലുള്ളതാണ്. അവിടെ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് അവിടെ പാനൽ നൽകേണ്ടത്. പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് പട്ടിക കൈമാറുകയും മുഖ്യമന്ത്രി അനുമതിയോടുകൂടി ഗവർണർക്ക് ആ പട്ടിക നൽകുകയാകും ഉണ്ടാവുക. ഇന്ന് തന്നെ അതും തീരുമാനമുണ്ടാകും. ഒരു തരത്തിലും ഇനി ഈ താൽക്കാലിക വിസി നിയമനം തന്നെയാകും ഇപ്പോഴും ഉണ്ടാവുക. സ്ഥിരം വിസി നിയമനത്തിലേക്ക് ഉടൻ കടക്കില്ല. 6 മാസം വരെ താൽക്കാലിക വിസിയെ നിലനിർത്താം. നേരത്തെ നൽകിയ പട്ടികയിലുണ്ടായിരുന്ന 3 പേരുകാർ ആകണമെന്നില്ല. പുതിയ പട്ടികയാകും സർക്കാർ നൽകുക. ഏതായാലും സർക്കാരിന് വലിയ ആത്മവിശ്വാസം നൽകുന്നൊരു വിധിയാണ് ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം സർവകലാശാലകളിൽ ആരോഗ്യ സർവകലാശാലയിൽ ഒഴികെ മറ്റൊരിടത്തും ഇപ്പോൾ സ്ഥിരം വിസിമാരില്ല. താൽക്കാലിക വിസിമാരുടെ ഭരണം തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. ആരോഗ്യ സർവകലാശാലയിൽ മോഹനൻ കുന്നുമലാണ്. അദ്ദേഹം കേരള സർവകലാശാലയിൽ കൂടി വിസിയുടെ ചുമതല വഹിക്കണം. അങ്ങനെ 11 സർവകലാശാലകളിലും താൽക്കാലിക വിസിമാരുടെ ഭരണമാണ്. ഇത് അവസാനിപ്പിക്കണമെന്ന് കൂടിയാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 സർവകലാശാലകളിലേക്ക് ഡിജിറ്റലിലും ടെക്നിക്കലിലും താൽക്കാലിക വിസിമാരെ നിയമിച്ചാലും പ്രശ്നം തീരില്ല. ഈ എല്ലാ സർവകലാശാലകളിലും സ്ഥിരം വിസിമാരെന്ന നടപടിയിലേക്ക് കടക്കേണ്ടി വരും. ഏതായാലും ഈ 2 സർവകലാശാലകളിലും സർക്കാർ കൊടുക്കുന്ന പാനലിൽ തന്നെ ഗവർണർ ഒരു പേര് നിർദ്ദേശിക്കേണ്ടി വരും. അദ്ദേഹം അപ്പീലിന് പോയില്ലെങ്കിൽ അദ്ദേഹത്തിന് അപ്പീൽ പോകാനുള്ള സാധ്യത വിരളമെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ഒരു വളരെ കൃത്യമായി തന്നെ സർവകലാശാല ചട്ടങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് സർക്കാർ അന്ന് തീരുമാനമെടുത്തത്, ഗവർണറോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ഗവർണർ അവിടെ കുറച്ചുകൂടി കടന്ന കൈയായി ചട്ടങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. അത് ഒരുപക്ഷെ തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാകാം ആരിഫ് മുഹമ്മദ് ഖാൻ അപ്പോൾ ഒരു തീരുമാനമെടുത്തത്. പക്ഷേ അത് ഏതായാലും ഇത്രയും മാസം 7-8 മാസത്തോളം ആ വിസിമാരെ കൊണ്ട് സർവകലാശാലകളിൽ പല കാര്യങ്ങളും ഗവർണറുടെ താല്പര്യത്തിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ അതേ ഒരുപക്ഷെ തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് തീരുമാനമാകാം. ഏതായാലും ഇനി താൽക്കാലിക വിസി തന്നെ അവിടെ സർക്കാർ വീണ്ടും നിർദ്ദേശിക്കും. ഗവർണർ അതിന് അനുകൂല തീരുമാനമെടുക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ഏതായാലും ഇന്ന് തന്നെ ഇക്കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്.
അതേസമയം അരുൺ, ഇപ്പോൾ കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾ അതേപടി തുടരുകയാണ്. മോഹനൻ കുന്നുമ്മൽ തിരിച്ചെത്തിയ ശേഷവും സർവകലാശാലയിലേക്ക് എത്തുന്നില്ല. അതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ട്. ആ നിലയ്ക്ക് ഈ സർവകലാശാലയുടെ ഭരണവുമായി ബന്ധപ്പെട്ട്, സർവകലാശാലയിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആരോപണങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. അതിൽ സർക്കാർ അല്പം ആശങ്കയിലുമാണ്. ഇതിങ്ങനെ പോയാൽ എങ്ങനെയാവുമെന്ന രീതിയിൽ ഉള്ള ആശങ്കയൊക്കെ ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെയും കൂടി ഒരു ആത്മവിശ്വാസം സർക്കാരിന് കിട്ടുന്നില്ലേ? തീർച്ചയായിട്ടും സർവകലാശാലകൾ പൊതുവിൽ CPM-ന്റെയും സർക്കാരിന്റെ നിലപാട് ഞങ്ങൾ പറയുന്നതാണ് ശരി. അതാണ് ഈ കോടതി വിധികളിലൂടെ നിരന്തരം ഗവർണർക്ക് തിരിച്ചടി നൽകുന്ന കോടതി വിധികളുടെ വ്യക്തമാകുന്നത്. സർവകലാശാലകളിൽ ഗവർണർക്ക് സ്വന്തം താല്പര്യപ്രകാരം സ്വന്തം അജണ്ട നടപ്പാക്കി പ്രവർത്തിക്കാനാകില്ല. അവിടെ സർക്കാരിന്റെ തീരുമാനങ്ങൾ, സർവകലാശാല ചട്ടങ്ങളൊക്കെ പാലിക്കണം. അത് മറികടന്നുകൊണ്ടാണ് പല കാര്യങ്ങളിലും ആരിഫ് മുഹമ്മദ് ഖാൻ തീരുമാനമെടുത്തത്. ഇപ്പോൾ പലതും തീരുമാനമെടുക്കാതെയും എതിർ തീരുമാനമെടുത്തുമൊക്കെ രാജേന്ദ്ര വിശ്വാറിലേക്ക് നടത്തുന്നതാണ്. സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായുള്ള നടപടികൾ സ്വാഭാവികമായും കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടും. കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത VC-യുടെ നടപടി പോലും നിലനിൽക്കുന്നതല്ല. VC-യെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം സർവകലാശാല സ്റ്റാറ്റ്യൂട്ട്, ചട്ടങ്ങൾ VC-ക്ക് നൽകുന്നില്ല. രജിസ്ട്രാർ നിയമിക്കുന്നത് സിൻഡിക്കേറ്റാണ്. സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരവും സിൻഡിക്കേറ്റിന് മാത്രമാണ്. ആ നിയമം മുന്നിൽ വെച്ചുകൊണ്ടാണ് സിൻഡിക്കേറ്റ് യോഗം ചേരുകയും VC-യുടെ നടപടി റദ്ദാക്കുകയും ചെയ്തത്. പക്ഷേ അത് VC ഇപ്പോൾ അംഗീകരിക്കുന്നതിന് ഇപ്പോഴും VC പറയുന്നത് അത്തരമൊരു സിൻഡിക്കേറ്റ് യോഗം തന്നെ അപ്രസക്തമെന്നുള്ളതാണ്. അതാണ് അവിടുത്തെ പ്രതിസന്ധി. കഴിഞ്ഞ മാസം അവസാനമാണ് മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാലയിലേക്ക് അവസാനമായി എത്തിയത്. അവിടെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ വലിയ ഭരണസ്തംഭനമുണ്ട്. സർട്ടിഫിക്കറ്റ് അടക്കം, വിദ്യാർത്ഥികളുടെ ബിരുദ സർട്ടിഫിക്കറ്റ് അടക്കം ഒപ്പിടേണ്ടത് VC-ആണ്. അത് ഇതുവരെ ഉണ്ടാകുന്നില്ല. അത്തരത്തിൽ വലിയ ഭരണസ്തംഭനമുണ്ട്. ഇപ്പോഴും VC അവിടെ എത്താൻ തയ്യാറാകുന്നു. അദ്ദേഹം പറയുന്നത് താൻ വന്നാൽ അവിടെ വീണ്ടും സംഘർഷഭൂമിയാകും. അത് ആഗ്രഹിക്കുന്നില്ല. തന്റെ ജീവൻ അവിടെ സുരക്ഷ ഉണ്ടാകില്ലെന്ന ആശങ്കയുണ്ട്. വിദ്യാർത്ഥികൾ അവിടെ എത്തുന്നുണ്ട്. അവർക്ക് ഒരുപക്ഷെ ഈ ലാത്തിചാർജിലും നടപടികളിലുമൊക്കെ പരിക്കേറ്റേക്കാം. തനിക്ക് പരിക്കുണ്ടാകാം. അതുകൊണ്ട് തന്നെ അവിടെ ക്രമസമാധാന ലംഘനം അന്തരീക്ഷം ഉള്ളതുകൊണ്ട് തന്നെ അതിലൊരു കൃത്യത വന്ന ശേഷം മാത്രമേ സർവകലാശാലയ്ക്ക് എത്തൂ എന്ന നിലപാടിൽ അദ്ദേഹമുള്ളത്. അദ്ദേഹം ഇന്നലെ തൃശൂരിൽ ഗവർണറെ കണ്ട് ആവശ്യപ്പെട്ടതും അതുതന്നെയാണ്. ഏതായാലും വലിയൊരു ഭരണസമരം കേരള സർവകലാശാല തുടരുന്നു. പക്ഷെ അവിടെയും ഈ ഒരു കോടതി വിധിയിലുള്ള പശ്ചാത്തലത്തിൽ സർവകലാശാല നേരിട്ട് ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ ഗവർണർക്ക് നിരന്തരം ഇങ്ങനെ കോടതി വിധി ഉണ്ടാകുമ്പോൾ ഗവർണർ ഒന്ന് മറിച്ച് ചിന്തിക്കും. അദ്ദേഹം ഒന്ന് കുറച്ചുകൂടി രാജ്ഭവൻ കുറച്ചുകൂടി പക്വതയോടുകൂടി കാര്യങ്ങൾ കാണുമെന്ന പ്രതീക്ഷ കൂടി സർക്കാരിന് ഈ കോടതി വിധി നൽകുന്നുണ്ട്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സർക്കാരിന് ആത്മവിശ്വാസം പകരുന്ന ഒരു തീരുമാനമാണ്, വിധിയാണ് ഇന്നലെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിൽ ഇനി ആ ആത്മവിശ്വാസത്തിൽ തന്നെ അടിയന്തരമായ നടപടികളിലേക്ക്, ഗവർണർക്കെതിരെയുള്ള നടപടികളിലേക്ക് കൂടി സർക്കാർ കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റ് വാർത്തകളിലേക്ക് പോകാം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. വൃക്ക അടക്കമുള്ള ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം ഇതുവരെയും സാധാരണ നിലയിലായിട്ടില്ല. കഴിഞ്ഞ മാസം 23-നാണ് ഹൃദയാഘാതത്തെ തുടർന്ന് VS-നെ തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്ക് ശേഷം അമേരിക്കയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചെത്തി. പുലർച്ചെ 3 മണിയോടെ അദ്ദേഹം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി. മുഖ്യമന്ത്രിയെ ചീഫ് സെക്രട്ടറിയും DGP-യും അടക്കമുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. ദുബായ് വഴിയാണ് മുഖ്യമന്ത്രിയും ഭാര്യ കമലയും തിരിച്ചെത്തിയത്. ഈ മാസം 5-നാണ് മുഖ്യമന്ത്രി ആരോഗ്യ പരിശോധനകൾക്കായി അമേരിക്കയിലേക്ക് പോയത്. തിരുവനന്തപുരം കാട്ടാക്കട പോക്സോ കോടതിയിലെ തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത തള്ളാതെ പോലീസ് തീയിട്ടതാണോ എന്ന് പരിശോധിക്കും. ഫോറൻസിക് സംഘം കെട്ടിടത്തിൽ പരിശോധന നടത്തും. PV അരുൺ വിശദാംശങ്ങൾ നൽകും. അരുൺ, ഒരു കോടതി കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമല്ല. എന്തായാലും ഇനി എന്തെങ്കിലും അസാധാരണമായ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ഉണ്ടാവും. പക്ഷേ ഈ അട്ടിമറി സാധ്യത പോലീസ് തള്ളാതിരിക്കുന്ന ഒരു സാഹചര്യം എന്താണ്? ഏറ്റവും പ്രധാനം, കാട്ടാക്കട പോക്സോ കോടതിയിലെ തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. സ്വാഭാവികമായി അതാണ് ആദ്യ സംശയം. തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന മുറിയിൽ തീപിടുത്തം ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു അട്ടിമറി സംശയിക്കാൻ കാരണം അതാണ്. തൊണ്ടി മുതൽ നശിപ്പിച്ചാൽ പലർക്കും അതിന്റെ ഗുണമുണ്ടാകും. കോടതിയിൽ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി കൂടിയായതുകൊണ്ട് അതുകൊണ്ട് തന്നെ അത്തരമൊരു സംശയം പോലീസിനുണ്ട്. മാത്രമല്ല, ഈ തീ പുറത്തേക്ക് പടർന്നിരുന്നില്ല. ആ കെട്ടിടത്തിൽ മാത്രം ഒതുങ്ങി നിന്നു. ഇതുകൂടിയാണ്
പോലീസിനെ സംശയത്തിൽ ഉണ്ടാക്കുന്നത്. ഇന്നലെ രാത്രിയാണ്, രാത്രി 10 മണിയോട് കൂടിയാണ് അവിടെ തീപിടുത്തം ഉണ്ടായത്. അതിനുശേഷം കാര്യമായ പരിശോധനകൾ പോലീസ് ഫയർഫോഴ്സ് തീ അണച്ചു, അതിനപ്പുറത്തെ കാര്യമായ പരിശോധന കടന്നില്ല. ഇന്ന് ഫോറൻസിക് സംഘവും മറ്റ് വിരലടയാള വിദഗ്ധരടക്കമുള്ളവർ അവിടെ പരിശോധന നടത്തും. അട്ടിമറി സാധ്യത പോലീസ് തള്ളുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അട്ടിമറി സാധ്യത ഉണ്ട് എന്ന് തന്നെ പോലീസ് കരുതുന്നു. ഇന്ന് രാവിലത്തെ പരിശോധനകളുടെ പ്രധാനപ്പെട്ടതാകും. നമുക്കറിയാം, പലപ്പോഴും കോടതി മുറികളിലെ തീപിടുത്തമൊക്കെ മറ്റ് അട്ടിമറി കാര്യങ്ങളിലേക്ക്, അട്ടിമറി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇവിടെയും അത്തരമൊരു സാധ്യതയാണ് പോലീസ് സംശയിക്കുന്നത്, പരിശോധിക്കുന്നതും. നിലവിൽ പോലീസിന് അതിന് അട്ടിമറിയൊന്നും തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് എന്ന ഒരു പ്രാഥമിക നിഗമനം തന്നെയാണുള്ളത്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെയൊക്കെ ഉദ്യോഗസ്ഥരുടെയൊക്കെ കൃത്യമായ പഠനങ്ങൾ ഇതിന് പിന്നിലുണ്ടാകും, അന്വേഷണം ഉണ്ടാകും. അതിനുശേഷമാകും പോലീസ് നിഗമനത്തിലേക്ക് എത്തുക. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന റിപ്പോർട്ടുകളുടെ പ്രധാനപ്പെട്ടത് രാവിലെ തന്നെ ഈ ഫോറൻസിക് സംഘം അവിടെ എത്തി പരിശോധിക്കാനാണ് സാധ്യത. അട്ടിമറി സാധ്യത ഉണ്ടെങ്കിൽ അത് ഒരുപക്ഷെ എന്താണ്, ആരാണ് അതിന് പിന്നിലെന്ന കാര്യത്തിലേക്ക് പോലീസ് അന്വേഷണം വൈകാതെ പോയേക്കും. ശ്രീജ, ശരി. കാട്ടാക്കടയിലെ പോക്സോ കോടതി കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിലാണ് അട്ടിമറി സാധ്യത തള്ളാതെ പോലീസ് അന്വേഷണം തുടരുന്നത്. ഇനി CPI സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. രാവിലെ സംസ്ഥാന എക്സിക്യൂട്ടീവും ഉച്ചയ്ക്ക് ശേഷം നാളെ സംസ്ഥാന കൗൺസിലുമാണ് ചേരുന്നത്. പാർട്ടി സമ്മേളനങ്ങളുടെ അവലോകനമാണ് നേതൃയോഗങ്ങളുടെ പ്രധാന അജണ്ട. തൃശൂർ ജില്ലാ സമ്മേളനത്തിലുണ്ടായ വിഭാഗീയ പ്രശ്നങ്ങളും നാട്ടിക MLA CC മുകുന്ദന്റെ നിലപാടും എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യും. പരസ്യ പ്രതികരണത്തിന് പേരിൽ മുകുന്ദനെതിരെ നടപടി വേണമെന്ന ആവശ്യവും ഇതിനിടെ ശക്തമാണ്. മണ്ഡലം സമ്മേളനങ്ങൾ മുതൽ ശക്തമായ വിഭാഗീയതയാണ് CPIയിൽ പ്രകടമാവുന്നത്. കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത, കീം റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ച ഹർജി ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. പുതുക്കിയ റാങ്ക് പട്ടികയ്ക്കെതിരെ കേരള സിലബസ് വിദ്യാർത്ഥികളാണ് ഹർജി നൽകിയിട്ടുള്ളത്. ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. CBSE വിദ്യാർത്ഥികൾ തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. തങ്ങളുടെ ഭാഗവും കേൾക്കണമെന്നാണ് ആവശ്യം. മാർക്ക് ഏകീകരണ രീതി മാറ്റുന്നതിനെതിരെ കോടതിയെ സമീപിച്ച CBSE വിദ്യാർത്ഥികൾക്ക് മേൽക്കൈ നൽകുന്നതായിരുന്നു പുതുക്കിയ റാങ്ക് ലിസ്റ്റ്. ഇതോടെയാണ് കേരള സിലബസ് വിദ്യാർത്ഥികൾ കോടതിയെ സമീപിച്ചത്. പരീക്ഷയ്ക്ക് ശേഷം പ്രോസ്പെക്ടസിൽ വരുത്തിയ മാറ്റം വരുത്തിയ സംസ്ഥാന സർക്കാരിന്റെ നടപടി വിമർശന വിധേയമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ വിവരങ്ങൾ. ആ കേസിൽ ഇപ്പോൾ കർണാടക വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ശക്തമായൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. സംഭവം അന്വേഷിക്കാൻ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്ന് സർക്കാരിനോട് വനിതാ കമ്മീഷൻ അധ്യക്ഷ നാഗലക്ഷ്മി ചൌധരി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഇടപെടൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും യുവതികളും ലൈംഗിക പീഡനത്തിന് ഇരയായി അവിടെ മരണപ്പെട്ടിരുന്നുവെന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പുറത്തു കൊണ്ടുവന്നത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, ഒരു മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. കാരണം ഈ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. അതിനിടയിൽ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇക്കാര്യം തൊട്ടതേയില്ല. അവിടെയുള്ള ചില യൂട്യൂബ് ചാനലുകൾ ഒഴിച്ചാൽ, കന്നഡയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് യൂട്യൂബ് ചാനലുകൾ ഒഴിച്ചാൽ ആരും തൊടാൻ ധൈര്യപ്പെടാതിരുന്ന ഒരു വാർത്തയായിരുന്നു ഈ ധർമ്മസ്ഥലയിൽ നടക്കുന്ന ഇത്തരം അധർമ്മ പ്രവർത്തികൾ. പക്ഷേ ബൈജു അവിടെ പോയി നേരിട്ട് ആളുകളെ കണ്ടു, സംസാരിച്ചു. അത് ന്യൂസ് 18 പ്രേക്ഷകർ കാണുകയും ചെയ്തു. ഇപ്പോൾ പതുക്കെ ഓരോരോ നടപടികൾ വരുന്നു എന്നത് ഏറ്റവും ആശ്വാസകരമാണ്, ഏറ്റവും അഭിനന്ദനാർഹമാണ്. ഒപ്പം അത്രയേറെ ധൈര്യം ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ ഈ ഇടപെടൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് എല്ലാ ഇടപെടലുകളെയും മറികടക്കാൻ കഴിയുന്ന തരത്തിൽ സ്വാധീനമുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നതാണ്. ഇതിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? തീർച്ചയായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷ ആക്ഷൻ കമ്മിറ്റിക്കുണ്ട്. ഒപ്പം ഇത് തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായുമുണ്ട്. എന്തായാലും നാഗലക്ഷ്മി ചൌധരി വനിതാ കമ്മീഷൻ ഇതിൽ ശക്തമായൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നു. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഈ കേസുകളെല്ലാം അന്വേഷിക്കണം. പ്രത്യേകിച്ചും ഇവർ പറഞ്ഞത് സ്ത്രീകളും അതുപോലെ തന്നെ യുവതികളും ആണ് ഇതിൽ കൂടുതലായും ക്രൂരമായി ബലാത്സംഗം ചെയ്തും മറ്റും കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. ഇതാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അത് ഒരു വലിയ പ്രതീക്ഷയുള്ള കാര്യം തന്നെയാണ്. കാരണം ശബ്ദിക്കാൻ പോലും കഴിയാത്തവരുടെ ശബ്ദമായി ന്യൂസ് 18 മാറിയപ്പോൾ ആ വാർത്തയിൽ ഇത്തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാവുമ്പോൾ അത് ഏറെ സന്തോഷകരമാണ്. അപ്പോഴും
ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളിൽ കുഴിച്ചു പരിശോധന അത് നീണ്ടുപോകുന്നതിൽ വലിയ പ്രതിഷേധം ഈ പ്രദേശത്തുണ്ട്, ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾക്കുണ്ട്. ഒപ്പം ഈ കൊല്ലപ്പെട്ടതും കാണാതായമായ ഒരുപാട് കുടുംബങ്ങൾ ഇന്നും ധർമ്മസ്ഥലയിലുണ്ട്. അത് മാത്രമല്ല ഒരുപക്ഷെ കേരളത്തിലും പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ആളുകൾ അവിടെ എത്തി ഉണ്ടാകാം. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ വൈകുന്നത് വലിയ പ്രതിഷേധാർഹം തന്നെയാണ്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. കാരണം ഇതിൽ ഒരു മരങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ വലിയ തോതിൽ 100ഓളം മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടിരിക്കുന്നത്. അതിന് ഒരുപാട് ഉപകരണങ്ങൾ കൊണ്ടുവരേണ്ടി വരും. നിയമപ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പോലീസ് നടപടികൾ തുടരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മംഗളൂരു ദക്ഷിണ കന്നഡ ജില്ലാ SP ഡോക്ടർ കെ അരുൺ, അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷ ആക്ഷൻ കമ്മിറ്റിക്കുണ്ട്. അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഇത്തരം നിരവധി കേസുകൾ കൈകാര്യം ചെയ്ത് അത് തെളിയിച്ചൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. എന്നാൽ ഇന്നലെ അദ്ദേഹം ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തും, ഇദ്ദേഹത്തെ മംഗളൂരുവിലേക്ക് കൊണ്ടുവരും എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇന്നലെ അത്തരം നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ഒരു പക്ഷേ ഇന്ന് അത്തരം നടപടികൾ ഉണ്ടാകും. അതിനുശേഷം RDOന്റെ സാന്നിധ്യം വേണം. അതോടൊപ്പം ഉപകരണങ്ങൾ മംഗളൂരിൽ നിന്നും എത്തിക്കുമെന്ന വിവരം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത്തരം ഉപകരണങ്ങൾ ഇന്ന് ഒരുപക്ഷെ ധർമ്മസ്ഥലയിലേക്ക് എത്തിക്കും. എന്നാലും പോലീസ് ഇതുമായി മുന്നോട്ട് തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് കോടതിയുടെ നിർദ്ദേശമുണ്ട്. വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ ശുചീകരണ തൊഴിലാളി ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും സുരക്ഷയും അതോടൊപ്പം കേസ് കൃത്യമായി അന്വേഷിക്കുമെന്ന ഒരു ഉറപ്പിന്മേലാണ് കോടതിയിൽ ഹാജരായതും. മൊഴി മാത്രമല്ല, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ പേരുകൾ പോലും അദ്ദേഹം രഹസ്യമൊഴിയായി മജിസ്ട്രേറ്റ് നൽകിയിട്ടുണ്ട്. അത് പോലീസിന് കൂടി കൈമാറാനാണ് പോലീസ് ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തെ വിശദമായി മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ ഇദ്ദേഹം ഒരു സാക്ഷിയാണ്. ഈ കേസിൽ FIR ഇട്ടൊരു കേസാണ്. ആ കേസിലാണ് വലിയ തോതിലുള്ള ഒരു പുരോഗതി കാണാത്തതും അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം ഉയരുന്നതും. ഈ ആക്ഷൻ കമ്മിറ്റി ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്, പോലീസ് ഇത്തരം നടപടികൾ വൈകുകയാണെങ്കിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രദേശത്തെത്തുകയും അവർക്ക് കൃത്യമായ സ്ഥലങ്ങൾ അറിയാം. ആ സ്ഥലങ്ങളിൽ ഒളിച്ച് പരിശോധന നടത്താൻ അവർ സ്വയം തയ്യാറാകുമെന്നാണ്. അത്തരം നടപടികളിലേക്ക് ആക്ഷൻ കമ്മിറ്റിയെ തള്ളിവിടരുതെന്ന ഒരു അപേക്ഷയാണ് അവർ പറയുന്നത്. എന്തായാലും പോലീസ് നടപടി വൈകാതെ തന്നെ ഉണ്ടാകും. അത്തരം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കും. എന്തായാലും ഈ വിഷയത്തിൽ ചില ദേശീയ ചാനലുകൾ, ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ ചാനലുകൾ ഈ വിഷയം കഴിഞ്ഞ ദിവസം മുതൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും പതിറ്റാണ്ടുകളായി നടക്കുന്ന ക്രൂരമായ കൊലപാതക പരമ്പര, അതിനെല്ലാം ഒരുപാട് സഹോദരിമാരുടെ അതുപോലെ തന്നെ അവരുടെ അമ്മമാരുടെ അല്ലെങ്കിൽ മക്കളുടെ ഒക്കെ കൊലപാതകങ്ങൾ അതിന്റെ എല്ലാം ചുരുളഴിയുന്നുണ്ട്. ഇപ്പോഴും ഈ സംഭവത്തിൽ ഉൾപ്പെട്ടവർ ഇതേ പ്രദേശത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അവരുടെ ആളുകൾ ഈ പ്രദേശത്തുണ്ട്. അത്തരം ആളുകളെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് സമാധാനപരമായി ഇനിയെങ്കിലും ജീവിക്കണം. ഇതാണ് ധർമ്മസ്ഥലയിൽ താമസിക്കുന്ന ധർമ്മസ്ഥല നിവാസികളായ സാധാരണക്കാരായ, ശബ്ദിക്കാൻ പോലും കഴിയാത്ത, അല്ലെങ്കിൽ അവർക്ക് ശബ്ദിക്കാൻ ആരുമില്ല എന്ന ഒരു സാഹചര്യം ഉണ്ടായ അവർക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബ് ചാനലുകൾക്കെതിരുള്ള നടപടി. അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതാണ് ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു കാര്യം. ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തവരുടെ യൂട്യൂബ് ചാനലുകൾ പൂട്ടിക്കുക, അവർക്കെതിരെ കേസെടുക്കുക, അത്തരം നടപടികൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അതായത് ഈ സംഭവമെല്ലാം ചെയ്ത, ഈ ക്രൂരമായ കൃത്യമെല്ലാം ചെയ്ത ആളുകൾ ഇപ്പോഴും സ്വാധീനമായി തന്നെ ഇരിക്കുന്നു. അല്ലെങ്കിൽ അവർ ഇപ്പോഴും തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ഇത്തരം വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത അതേ രീതിയിലേക്ക് ഇപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് ധർമ്മസ്ഥലയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരിട്ട് അവിടെ വീടുകളിലേക്ക് പോയ ഒരാളാണ് ഞാൻ. പല കുടുംബങ്ങളിലേക്കും പോയി മക്കൾ നഷ്ടപ്പെട്ട, അതല്ലെങ്കിൽ സഹോദരി നഷ്ടപ്പെട്ട അവരുടെ വീടുകളിലേക്കൊക്കെ പോകാൻ ഇടയായിരുന്നു. അവരുടെയൊക്കെ പ്രധാനമായ ഒരു ആവശ്യം, അതായത് ആക്ഷൻ കമ്മിറ്റിയുടെയും ശുചീകരണ തൊഴിലാളിയും പറയുന്നത്, അതായത് ഈ ഹിന്ദു ആചാരപ്രകാരം ഇത്തരത്തിലുള്ള അന്ത്യകർമ്മം ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ ഗതി കിട്ടാതെ അലയുന്ന ഒരുപാട് ആത്മാക്കൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തി മൃതദേഹങ്ങൾ പുറത്തെടുത്ത് അത്തരം ആചാരപരമായ കാര്യങ്ങൾ നിർവഹിക്കണം. അതുകൂടാതെ ഇത്തരം ഹീനകൃത്യങ്ങൾ ചെയ്ത, ക്രൂരമായ കൊലപാതകം നടത്തി അത് ആത്മഹത്യയാണെന്ന് വരുത്തിത്തീർത്ത സംഭവങ്ങൾ, അതിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർ, ഈ സംഭവം നടത്തിയ ക്രിമിനലുകൾ, ഇപ്പോഴും അവിടെ വിലസുന്ന ഇത്തരം ഗുണ്ടകൾ, ഇവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ഇനിയൊരു മക്കൾക്കും ഇനിയൊരു അമ്മമാർക്കും ഒരു സഹോദരികൾക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുത്. ഇതാണ് ഇവരുടെ ഏകമായുള്ള ഒരു സ്വരം. ഏതായാലും ജസ്റ്റിസ് ഫോർ സൗജന്യ അത് സജീവമായി തന്നെ ഇപ്പോഴുണ്ട്. അതിന് ഒരുപാട് ആളുകൾ ഓരോ ദിവസം കഴിയുമ്പോഴും പിന്തുണയുമായി എത്തുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ലഭിക്കുന്ന പ്രതികരണം, എനിക്ക് വരുന്ന കോളുകളും ഓരോരോ ആളുടെയും അനുഭവങ്ങളാണ്. അവിടെ എത്തുമ്പോൾ വലിയ ദുരൂഹത ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചും പിന്നീട് ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ഉണ്ടായെന്നും പല അനുഭവങ്ങളും പല ആളുകളും നമ്മോടും പങ്കുവെക്കുന്നുണ്ട്. അതിനും അപ്പുറം
ഈ ജനങ്ങൾക്ക് ഈ സ്ഥലത്ത് താമസിക്കുന്നവർക്ക്, ഈ ഇരകൾക്ക് അവർക്ക് പിന്തുണ വേണം, അവർക്ക് നീതി വേണം. ഏതായാലും വലിയ അകലെയല്ല ഈ നീതി എന്നാണ് ഇത്രയും ദിവസത്തെ റിപ്പോർട്ടിങ്ങിനിടയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ ശബ്ദങ്ങൾ ഇവർക്ക് അനുകൂലമായി വരുന്നു. അതിൽ ഏറ്റവും ഒടുവിലെത്തതാണ് ഇത്തരത്തിലുള്ള വനിതാ കമ്മീഷന്റെ ഇടപെടൽ. അത് ശക്തമായ ഇടപെടലായി തന്നെ മുന്നോട്ടുണ്ടാകും. മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇതിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണം. കാരണം ഇത് പ്രത്യേകിച്ച് പതിറ്റാണ്ടുകളായി നടന്ന കൊലപാതക പരമ്പരകളാണ്. അതെല്ലാം പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണം. ഇതിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണം. കുറ്റവാളികളെ പിടികൂടണം. ഇത് കൃത്യമായി അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇത്തരം കൂടുതൽ ആളുകൾ ഇനിയും ഇവർക്ക് പിന്തുണയുമായി എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, ഈ ശുചീകരണ തൊഴിലാളിയുടെ ജീവൻ ഏത് സമയത്തും അപകടമുണ്ടാകാം. അത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇത് വൈകാതെ വളരെ പെട്ടെന്ന് തന്നെ പോലീസ് നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. നമുക്കറിയാം, കർണാടകയിൽ അത് ശിരൂരിൽ കണ്ടതാണ്. 72 ദിവസം നീണ്ടുനിന്നു അവരുടെ ആ തിരച്ചിലും മറ്റു കാര്യങ്ങളും. അത്രത്തോളം സമ്മർദ്ദം ഉണ്ടായാൽ മാത്രമേ ഇവർ ഈ രീതിയിൽ പ്രവർത്തിക്കൂ. അത് ശിരൂരിൽ കണ്ടതാണ്. അതിലും വലിയ ഞെട്ടിപ്പിക്കുന്ന ഭയാനകമായ ഓരോ റിപ്പോർട്ടുകളാണ് ധർമ്മസ്ഥലയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതിൽ വളരെ ഗൗരവമായ അന്വേഷണം ഒരുപക്ഷെ ഇപ്പോൾ ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇവർ ആരോപണങ്ങൾ ഉയരുന്നതെല്ലാം അവിടെ വലിയ സ്വാധീനമുള്ള, മതപരമായും രാഷ്ട്രീയമായും ഒക്കെ വലിയ സ്വാധീനമുള്ള ആളുകൾക്കെതിരെയാണ് ആരോപണം ഉയരുന്നത്. കർണാടക സർക്കാരിന് വേണമെങ്കിൽ ഇപ്പോൾ ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. രാഷ്ട്രീയമായി കൂടി അത്തരമൊരു സാഹചര്യം ഉപയോഗപ്പെടുത്തിയാൽ ഒരുപക്ഷെ ഈ പല ദുരൂഹ കൊലപാതകങ്ങളുടെയും ചുരുളഴിയില്ലേ? തീർച്ചയായും അത്തരം നടപടികളിലേക്കാണ് കടക്കേണ്ടത്. ഇതിൽ രാഷ്ട്രീയമായി സ്വാധീനത്തിന് അപ്പുറം ഈ പണം, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പണവും ഭീഷണിയും ഇത്തരത്തിലുള്ള ഗുണ്ടായുസവും അതാണ് ഇവിടെ ഏറ്റവും വലുതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ MLA-മാരായാലും അതുപോലെ തന്നെ ജനപ്രതിനിധികളായാലും അവരെ വിലക്കെടുക്കുക, അവർക്ക് പണം നൽകി സ്വാധീനിക്കുക, ഇതാണ് ഇവിടുത്തെ പ്രധാനമായുമുള്ള ഇവർ ചെയ്യുന്നത്. അതിനപ്പുറം ഗുണ്ടാ പ്രവർത്തനം, ആദ്യം പണം ഉപയോഗിച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കും, പിന്നീട് വലിയ തോതിൽ ഗുണ്ടാ പ്രവർത്തനം അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതാണ് ഈ സംഘം ഇപ്പോഴും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ ഡി ഗാങ് ഇപ്പോഴും ഇവിടെ ആക്റ്റീവാണെന്നതിന് തെളിവാണ് നമ്മൾ നേരിട്ട് കണ്ട പല കാര്യങ്ങളും. അത് പല മേഖലകളിലുണ്ട്, പല വേഷത്തിലുണ്ട്, പല ആളുകളായി അവിടെ ഒക്കെ ഈ പരിസരത്തൊക്കെ നിരീക്ഷിക്കാനും ഓരോ കാര്യങ്ങൾ നിരീക്ഷിക്കാനും ഒക്കെ ആ സംഘം ഇപ്പോഴും ഉണ്ട്. എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂരമായ ഇത്തരത്തിലുള്ള പ്രവർത്തി നടത്താൻ നിൽക്കുന്ന ഒരു സംഘം ഇപ്പോഴും ഈ പ്രദേശത്തുണ്ട്. അത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അത് നേത്രാവതി പുഴയുടെ സമീപത്തുണ്ട്, ഈ ടൗണിലുണ്ട്, അമ്പല പരിസരത്തായി ഉണ്ട്. അത് നൂറുകണക്കിന് പേർ ഇപ്പോഴും ഇവരുടെ ആളുകളുണ്ട്. കാരണം ഇതിൽ കേസുകൾ പുറത്തു വരാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്ത് കൃത്യമായ ഒരു അന്വേഷണം വന്നാൽ അതിൽ പലരും ഉന്നതരായവരുണ്ട്. അതോടൊപ്പം ഇത്തരത്തിലുള്ള പല ഗുണ്ടാ സംഘങ്ങളും അതിൽ ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഈ അന്വേഷണം തടയുക, അതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. പക്ഷേ പോലീസ് വളരെ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ വൈകാതെ തന്നെ ഇതിലൊരു കൃത്യമായ അന്വേഷണം, അതിൽ ഏറ്റവും നിർണായകമാകുക ഈ മുൻ ജീവനക്കാരൻ ചൂണ്ടിക്കാട്ടിയ ആ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി എത്ര തലയോട്ടികൾ അവിടെ ബാക്കിയുണ്ട്. ഒരുപാട് മൃതദേഹങ്ങൾ ഡീസൽ ഒഴിച്ച് കത്തിച്ചൊക്കെ ഉണ്ട്. അത്തരം തെളിവുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും അവിടെ ഇത്തരത്തിൽ കുഴിച്ചിട്ട നിരവധി മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മുൻ ജീവനക്കാരന്റെ മൊഴി. അതുകൊണ്ട് അത് എത്ര തലയോട്ടികൾ ഉണ്ട്, അല്ലെങ്കിൽ എത്ര മൃതദേഹ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട്, അത് ഫോറൻസിക് പരിശോധനയിൽ എത്ര തെളിവുകൾ അതിൽ നിന്ന് ലഭിക്കും, അതാണ് ഇതിൽ ഏറ്റവും നിർണായകമാവുക. അത്തരം നടപടികളിലേക്കായിരിക്കും ഇനി കടക്കുക. ഏതായാലും എന്തായാലും ഏത് കുറ്റകൃത്യവും ഒരുപാട് കാലം ഒളിച്ചു വെക്കാൻ കഴിയില്ല. എന്നെങ്കിലും ഒരിക്കൽ അത് പുറത്തു വരും എന്ന് എപ്പോഴും പറയാറുണ്ട്. സത്യം എന്നായാലും പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന്. ധർമ്മസ്ഥലയെ സംബന്ധിച്ച് ആ മണ്ണിൽ ഒളിഞ്ഞു കിടക്കുന്നത് മുഴുവൻ ദുരൂഹതകളാണ്, നിഗൂഢതകളാണ്. അത് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. കാരണം പതിറ്റാണ്ടുകളായി നേരിടുന്ന അവിടെ സ്ത്രീകൾ നേരിട്ടിട്ടുള്ള അനീതികൾ, ഓരോ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടതൊക്കെ വായിക്കുമ്പോൾ എത്രയോ വർഷങ്ങളായി കാണാതായ സ്ത്രീകൾ, അവരെവിടെ പോയെന്നറിയില്ല, ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് നിൽക്കുന്ന നിൽപ്പിൽ അപ്രത്യക്ഷമായ അനന്യ, അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ആ കുട്ടികൾക്കൊക്കെ നീതി കിട്ടേണ്ടതുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചു എന്നെങ്കിലും ആ കുടുംബം
അറിയേണ്ടതുണ്ട്. അതിനൊക്കെ ഒരു തുടക്കം, ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. നേരിട്ട് ധർമ്മസ്ഥലയിൽ പോയി ഈ പല കുടുംബങ്ങളെയും കണ്ട് അവരോട് നേരിട്ട് അവരനുഭവിക്കുന്ന വേദന, അവർ നടത്തി വന്ന പോരാട്ടം, ഇതൊക്കെ നേരിട്ട് കണ്ടാണ് ഈ റിപ്പോർട്ടുകൾ ന്യൂസ് 18 തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് അനാശാസ്യ കേന്ദ്രത്തിലേക്ക് പെൺകുട്ടികളെ എത്തിച്ചിരുന്നത് ലഹരി നൽകിയെന്ന പോലീസ്. ഇന്നലെ രാത്രി നടന്ന റെയ്ഡിൽ നടത്തിപ്പുകാരായ 2 മലയാളികളും ഇതര സംസ്ഥാനക്കാരായ 6 സ്ത്രീകളും ഒരു ഇടപാടുകാരനും അറസ്റ്റിലായി. കേസിലെ മുഖ്യ കണ്ണി മണ്ണാർക്കാട് സ്വദേശി അക്ബർ അലിയാണ്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ റെയ്ഡ് ഏകദേശം 11:30 മണിയോട് ആയിരുന്നു അവസാനിച്ചത്. പോലീസിന് ഇവിടെ ഒരു എറണാകുളം സൗത്ത് ഭാഗത്ത് ഒരു വീട്ടിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ സ്ഥാപനം നടത്തുന്ന 2 പേരും ഒപ്പം ഒരു ഇടപാടുകാരനും 6 ഇതര സംസ്ഥാന സ്ത്രീകളും ഉൾപ്പെടെ 9 പേരെ പോലീസ് പിടികൂടുന്ന സാഹചര്യമുണ്ടായത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും മണ്ണാർക്കാട് സ്വദേശിയായിട്ടുള്ള അക്ബർ അലിയാണ് ഇതിലെ പ്രധാനപ്പെട്ട ആളായി പ്രവർത്തിക്കുന്നത്. ഇയാളുടെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനവും. ഇയാൾ ഈ പെൺകുട്ടികളെ പ്രണയം നടിച്ച് അവർക്ക് ലഹരി നൽകി പിന്നീട് ഈ അനാശാസ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും അവരെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിച്ച് ഇവരെ അനാശാസ്യ പ്രവർത്തനത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. അക്ബർ അലിയുടെ ഫോണിൽ നിന്നും ഇതിനുമായിട്ടുള്ള നിർണായകമായിട്ടുള്ള തെളിവുകളും പെൺകുട്ടികളുടെ ചിത്രങ്ങളും ഒക്കെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. IT പ്രൊഫഷണലുകളും സ്കൂൾ വിദ്യാർത്ഥികളും ഒക്കെ ഇയാളുടെ വലയിൽ അകപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണ്, കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇടപ്പള്ളിയിൽ സമാനമായ രീതിയിൽ ഒരു അനാശാസ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുകയുണ്ടായി. പക്ഷെ അവിടെ പോയി പരിശോധിച്ചപ്പോൾ ഈ വിവരം നേരത്തെ തന്നെ മനസ്സിലാക്കി ഇവർ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. പിന്നീട് ഇവരുടെ പുറകിൽ തന്നെയായിരുന്നു അന്വേഷണ സംഘം. പിന്നീടാണ് മനസ്സിലായത് ഇവർ എറണാകുളം സൗത്തിൽ സമാനമായ രീതിയിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്ന വിവരം ലഭ്യമാകുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 9 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു ഇടപാടുകാരനും ഉണ്ടായിരുന്നു. ഇന്നലെ പോലീസ് അന്വേഷണ സംഘം അവിടെ എത്തുമ്പോൾ ഈ സ്ഥാപനം നടത്തിക്കുന്ന 2 പേരും, ഈ അക്ബർ അലി ഉൾപ്പെടെ മറ്റൊരാളും ഒരു ഇടപാടുകാരനും ഉണ്ടായിരുന്നു. അവരെ 3 പേരെയും ഒപ്പം അവിടെ ഉണ്ടായിരുന്ന 6 പെൺകുട്ടികളെ, അവർ ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവരാണ്, 6 പെൺകുട്ടികളെയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇതിൽ കൂടുതൽ പെൺകുട്ടികൾ ഈ അക്ബർ അലിയുടെ വലയിലായെന്ന വിവരം കൂടിയാണ്, ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടിയാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്നത്. അത് പ്രണയം നടിച്ചാണ് പെൺകുട്ടികളെ വശത്താക്കുകയും പിന്നീട് അവർക്ക് ലഹരി നൽകി ഈ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ശേഖരിച്ച് അത് ഭീഷണിപ്പെടുത്തി ഒക്കെയാണ് ഈ പെൺകുട്ടികളിൽ നിന്നും ലക്ഷങ്ങളാണ് അക്ബർ അലി തട്ടിയെടുത്തതെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും കൂടുതൽ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി അക്ബറിനെ എതിരെ കൂടുതൽ കടുത്ത ശിക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ശരി നവമി, ഇതോടൊപ്പം ഈ സിനിമാ മേഖലയിൽ നിന്ന് ഉള്ള ഇത്തരം ലഹരി കടത്തുമായി ബന്ധപ്പെട്ടും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. ഈ യൂട്യൂബർ റിൻസിയുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഈ കസ്റ്റഡിയിൽ വാങ്ങി ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുകയാണെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയായിരുന്നു യൂട്യൂബറായിട്ടുള്ള റിൻസിയുടെ ലഹരിയുമായി പിടികൂടുന്നതും പിന്നീട് റിൻസിയുടെ സിനിമാ മേഖലയിലെ ബന്ധവുമെല്ലാം. ഇതുമായി ബന്ധപ്പെട്ട് ചിലരെയൊക്കെ പോലീസ് ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. ഒരു സംവിധായകനെ ഉൾപ്പെടെയാണ് വിളിച്ചത്. പക്ഷെ അവരൊക്കെ പറയുന്നത് ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടും സൗഹൃദത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ റിൻസിയെ വിളിച്ച് സംസാരിച്ചു എന്നതാണ്. പക്ഷെ കഴിഞ്ഞ 6 മാസമായി തുടരെ റിൻസി
യുമായി സംസാരിക്കുകയും വാട്സപ്പ് ചാറ്റുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഇവരെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയും. എന്തായാലും അവരുടെ മൊഴിയിൽ പോലീസിന് അത്ര വിശ്വാസമില്ല. ഇനിയുള്ളത് റിൻസിയിൽ നിന്ന് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നതാണ്. ഇന്ന് രാവിലെ 10 മണിയോട് കൂടി തന്നെയായിരിക്കും റിൻസിനെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ നൽകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്കും അന്വേഷണ സംഘം കടക്കുമെന്നത് ഉറപ്പായിട്ടുണ്ട്. പ്രധാനമായും ഇനി അന്വേഷണ സംഘത്തിന് അറിയേണ്ടത് ഇവരുമായി പണമിടപാട് നടത്തിയിട്ടുണ്ടോ എന്നതാണ്. എങ്കിൽ മാത്രമേ ഈ സിനിമാ മേഖലയിലുള്ള സംവിധായകനെ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ അവർക്കെതിരെ തെളിവുകളൊന്നും തന്നെയില്ല. റിൻസി പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരുമായി ഫോണിൽ സംസാരിച്ചത്. പക്ഷെ ഇവരുമായി പണമിടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ളൊരു നീക്കം തന്നെയായിരിക്കും. അവരെ ചോദ്യം ചെയ്യാനും വിളിപ്പിക്കും. ഒപ്പം തന്നെ കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, റിൻസി ബംഗളൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നുമൊക്കെയാണ് ലഹരി വാങ്ങുന്നതെന്നാണ് അന്വേഷണ സംഘത്തിനോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവിടെ ആരിൽ നിന്നാണ് ലഹരി വാങ്ങുന്നത്, ഇവിടെ സിനിമാക്കാർക്കല്ലാതെ മറ്റാർക്കൊക്കെയാണ് ലഹരി നൽകുന്നത്, ഈ ഫ്ളാറ്റിൽ ആരൊക്കെയാണ് എത്തുന്നത്, അങ്ങനെ നിരവധി കാര്യങ്ങൾ പോലീസിനെ സംബന്ധിച്ച് അറിയേണ്ടതുണ്ട്. ഇതെല്ലാം റിൻസിയെ കസ്റ്റഡിയിൽ കിട്ടി വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പിനും ശേഷം മാത്രമേ പോലീസിനെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഒപ്പം റിൻസിയുടെ ഫോണും ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം കൂടി വരണം. ഈ കുറച്ച് ഓഡിയോ റെക്കോർഡുകൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. അതിൽ ഈ സിനിമാ താരങ്ങളുമായി ബന്ധപ്പെട്ട ഓഡിയോയാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം തിരിച്ചെടുത്ത് എന്താണ് അതിലെ നിർണായകമായിട്ടുള്ള വിവരങ്ങളും എന്നറിയുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് പോലീസ്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. അന്താരാഷ്ട്ര തലത്തിലേക്ക് വന്നാൽ വീണ്ടും ട്രംപിന്റെ ഒരു ഭീഷണി വന്നിരിക്കുന്നു. ഇത്തവണ അത് റഷ്യയ്ക്ക് നേരെയാണ്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെ 100% തീരുവ ചുമത്തുമെന്ന ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 50 ദിവസത്തിനകം യുദ്ധം അവസാനിപ്പിക്കാൻ കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ റഷ്യയ്ക്കുമേൽ 100% നികുതി ഏർപ്പെടുത്തുമെന്നാണ് ഭീഷണി. വൈറ്റ് ഹൌസിൽ നേറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. US-ൽ നിന്ന് ആയുധങ്ങൾ വാങ്ങി യുക്രൈന് നൽകുന്നത് നാറ്റോ സെക്രട്ടറി ട്രംപുമായി ചർച്ച ചെയ്തു. അത്തരം നടപടി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സമാധാനത്തിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ തയ്യാറാകാത്തതിൽ ട്രംപ് നേരത്തെ തന്നെ നിരാശ പ്രകടിപ്പിച്ചിരുന്നു. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, തീരുവ എന്നത് ട്രംപിനെ സംബന്ധിച്ചൊരു ആയുധമാണ്. അത് പലതരത്തിൽ ആ ആയുധം ട്രംപ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരുമ്പിട്ടിറങ്ങിയതാണ് ട്രംപെങ്കിലും അത് വഴങ്ങുന്ന സാഹചര്യമില്ല. ഒരു തീരുമാനം എത്തി എന്ന് പറഞ്ഞതിന് പിന്നാലെ ആക്രമണം ഉണ്ടാവുന്ന സാഹചര്യം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ മൊത്തത്തിൽ പ്രതിഷേധത്തിലാണ് ട്രംപ്. എങ്ങനെയാണ് ഈ തീരുവ എന്ന ആയുധം ഇപ്പോൾ ഉപയോഗിക്കാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്? ശ്രീജ, പലതവണ ഈ യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു, അതായത് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം. പക്ഷേ അക്കാര്യത്തിനൊന്നും തന്നെ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറായില്ലായിരുന്നു. ആ ബന്ധം അങ്ങനെ വഷളായി പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ട്രംപ് പറഞ്ഞത് പുടിൻ നല്ലൊരു മനുഷ്യനാണ്, പക്ഷേ ബോംബിട്ട ആളുകളെ കൊല്ലുമെന്ന തരത്തിലുള്ള ഇതിലുള്ള ചില പരാമർശങ്ങളൊക്കെ ആ സംഭാഷണത്തിന് ശേഷം, അതായത് ഫോണിൽ നടത്തിയ സംഭാഷണത്തിന് ശേഷം ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ വ്യക്തമായതായിരുന്നു ട്രംപും പുടിനുമായിട്ടുള്ള ബന്ധം കൂടുതൽ വഷളാവുകയാണ്, അതുകൊണ്ട് തന്നെ കടുത്ത നടപടിയിലേക്ക് US കടക്കുമെന്നുള്ളൊരു സൂചനയുണ്ടായിരുന്നു. അതാണിപ്പോൾ ട്രംപ് വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത് നാറ്റോ സെക്രട്ടറിയുമായി നടത്തിയ കൂടിക്കാഴ്ച ശേഷം. അതായത് 50 ദിവസം സമയം അനുവദിക്കുന്നു. ഇതിനുള്ളിൽ തന്നെ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തണം. അതിന് പുടിൻ തയ്യാറാകണം. അതിന് തയ്യാറായില്ല എങ്കിൽ 100% താരിഫ് ചുമത്തുമെന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ രണ്ടാം ഘട്ടത്തിലെ താരിഫുകളിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ആദ്യം റഷ്യയ്ക്ക് മേൽ നടക്കും. ഒപ്പം തന്നെ റഷ്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന മറ്റ് രാജ്യങ്ങൾക്കും ഇതേ രീതിയിലുള്ള തീരുവ ചുമത്തുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ്, ഒരു ഭീഷണി സ്വരത്തിലുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിലെന്ത് നിലപാട് റഷ്യ സ്വീകരിക്കുമെന്നുള്ളതാണ്. ഇതിൽ വ്ളാഡിമിർ പുടിൻ വഴങ്ങുമെന്നുള്ളതാണ് ട്രംപ് കണക്കുകൂട്ടുന്നത്. മറ്റൊന്ന്, നോർത്ത് കൊറിയയുമായി ഈ ഒരു കരാറിൽ ഏർപ്പെടാനുള്ള ഒരു ശ്രമം US-ഉം ഒപ്പം ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനെതിരെ റഷ്യ രംഗത്ത് വന്ന സാഹചര്യം. കാരണം ഈ യുക്രൈനുമായി ആരംഭിച്ച 2022 ആരംഭിച്ച ഈ യുദ്ധം ഇങ്ങനെ അനന്തമായി നീളുകയാണ്. അതിൽ വലിയ നാശനഷ്ടങ്ങൾ റഷ്യയ്ക്കും കനത്ത രീതിയിൽ
ഉണ്ടായിട്ടുണ്ടായിരുന്നു, ആയുധങ്ങളുടെ കുറവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നോർത്ത് കൊറിയയിൽ നിന്നാണ് പിന്നീട് ഈ ആയുധങ്ങളൊക്കെ റഷ്യ വാങ്ങുകയും ചെയ്തത്. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ നോർത്ത് കൊറിയയുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ അത് റഷ്യ കൂടുതൽ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ താരിഫ് ചുമത്തുന്നതിലോടുകൂടി തൻ്റെ വഴിക്ക് പുടിനെത്തും എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ തൻ്റെ ഇടപെടലിലൂടെ കൂടി ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ് ട്രംപ് കണക്കുകൂട്ടുന്നത്. നേരത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിലും ഒക്കെ തന്നെ ഇതേ നിലപാട് ട്രംപ് വെച്ചിരുന്നു. ആ നിലപാടിൽ അവർ വഴങ്ങുകയും പിന്നീട് വെടിനിർത്തൽ കരാറിലേക്ക് എത്തുകയും ചെയ്തതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു അവകാശവാദമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും തന്നെ പിന്നീട് അവർ വെടിനിർത്തലിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു വാസ്തവമായിട്ടുള്ള നിലനിൽക്കുന്നത്. ആ രീതിയിൽ യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് ട്രംപ് കരുതുന്നു. മറ്റൊന്ന്, ഈ നാറ്റോയ്ക്ക് കൂടുതൽ ആയുധങ്ങൾ നൽകുക, യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടി യുഎസിന്റെ ഭാഗത്തുനിന്നുണ്ട്. പേട്രിയറ്റ് മിസൈലുകൾ അടക്കം നൽകാൻ യുഎസ് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആയുധങ്ങളൊക്കെ ഞങ്ങൾ നൽകും, പക്ഷേ നാറ്റോ ഇതിൻ്റെ, അതായത് യൂറോപ്യൻ യൂണിയനുകൾ ഇതിൻ്റെ തുക അമേരിക്ക കൈമാറണം. ഇതിൻ്റെ ആയുധങ്ങൾ യുക്രൈന് കൈമാറുമ്പോൾ അതിൻ്റെ എല്ലാം തുക കൈമാറേണ്ടത് യൂറോപ്യൻ യൂണിയനിൻ്റെ പ്രതിനിധികളാണ് എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൂടുതൽ ആയുധം യുക്രൈനിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ അനന്തമായി ഇങ്ങനെ ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ പുടിനെ സംബന്ധിച്ച് സാധിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ഈ ഒരു ഘട്ടത്തിലുള്ളത്. മറ്റൊന്ന്, ഈ വിഷയം സുരക്ഷാ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ട്രംപിൻ്റെ പ്രതിനിധി കീവിലെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുക്രൈൻ സൈനിക ഇന്റലിജൻസ് മേധാവിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച ചെയ്ത ഈ ശ്രമം പരാജയപ്പെട്ടതോടുകൂടി ഈ കൂടുതൽ ആയുധങ്ങളും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിൽ ഇനി റഷ്യയുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ശരി, എം ജി മിഥുനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും. സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിലാണ് യോഗം. പാർലമെന്റ് സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും യോഗത്തിൽ ചർച്ചയാവും. തിങ്കളാഴ്ചയാണ് സമ്മേളനം തുടങ്ങുന്നത്. കേന്ദ്രത്തിനെതിരായ നിലപാട് കടുപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. എയർ ഇന്ത്യ വിമാനാപകടം, വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്താനാണ് തീരുമാനിച്ചത്. വിദേശ പര്യടനത്തിനുള്ള ശശി തരൂർ യോഗത്തിന് എത്തിയില്ല. തൽക്കാലം നമ്മൾ വാർത്തകളിൽ നിന്നൊരു ചെറിയ ഇടവേള എടുക്കുന്നു. ഇനി പോലീസ് പെട്രോൾ കാണാം. അതിനുശേഷം വാർത്തകളുമായി മടങ്ങിയെത്താം. വീണ്ടും വാർത്തകളിലേക്കാണ്. പ്രധാനപ്പെട്ട ചില വാർത്തകൾ വരുന്നുണ്ട്. സ്കൂൾ സമയം മാറ്റത്തിൽ നിർണായകമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് നമ്മൾ ആദ്യം പോകുന്നത് കൊല്ലം സ്വദേശിനിയായ വിപഞ്ചിക ഷാർജയിൽ കുഞ്ഞിനെ കൊന്ന് ജീവനൊടുക്കിയ സംഭവത്തിൽ വലിയ നിയമ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് കുടുംബം. വിപഞ്ചികയുടെ അമ്മ ഷാർജയിലെത്തി, സഹോദരനും ഷാർജയിലേക്ക് തിരിക്കും. ഷാർജ പോലീസിൽ കുടുംബം പരാതി നൽകും. നിലവിൽ ശാസ്താംകോട്ട ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. എസ് വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, ഈ ആത്മഹത്യ നടന്നിട്ടുള്ളത് ഷാർജയിൽ വെച്ചാണ്. സ്വാഭാവികമായും അവിടെ നിയമ നടപടികളുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും എന്നതടക്കമുള്ള വാർത്തകളും വരുന്നുണ്ട്. എങ്ങനെ ഈ വിഷയത്തിൽ ഒരു നിയമ പോരാട്ടം നടത്താനാണ് കുടുംബം ആലോചിക്കുന്നത്? ശ്രീജ, വിഭജികയുടെ കേസിൽ കഴിഞ്ഞ ദിവസമാണ് കുണ്ട്ര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. സ്ത്രീധന പീഡന നിരോധന നിയമപ്രകാരവും ആത്മഹത്യാ പ്രേരണയുമാണ് ചുമത്തിയിരിക്കുന്നത്. കേസ് ഡിവൈഎസ്പിക്കാകും ഇനി അന്വേഷണ ചുമതല നൽകുക. വിഭജികയുടെ അമ്മയുടെ പരാതിയിലെടുത്ത കേസാണ്. ശാസ്താംകോട്ട ഡിവൈഎസ്പിക്കാകും ഈ അന്വേഷണ ചുമതല ഉണ്ടാവുക. കൊല്ലം റൂറൽ എസ് പി സാബു മാത്യു IPSന്റെ മേൽനോട്ടത്തിലാകും കേസ് അന്വേഷണം നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട് കുണ്ട്ര പോലീസ് വിഭജികയുടെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയ സാഹചര്യമുണ്ടായി. വിഭജികയുടെ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ സ്ത്രീധന പീഡനവും ആത്മഹത്യാ പ്രേരണയുമാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ ഒന്നാം പ്രതിയായ വിഭജികയുടെ ഭർത്താവ് നിതീഷ് മോഹനാണ്. രണ്ടാം പ്രതി ഇയാളുടെ സഹോദരി നീതു ബെൻസി, മൂന്നാം പ്രതി ഇവരുടെ അച്ഛനായ മോഹൻ എന്ന ആളാണ്. എന്നിവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ദിവസം. കേസിന്റെ മുന്നോട്ടുള്ള അന്വേഷണത്തിൽ നിയമോപദേശം തേടാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തുവിടാനാണ് ഇപ്പോൾ ആലോചനയുള്ളത്. രാജ്യത്തിന് പുറത്തു നടന്ന കേസായതിനാൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനാകും ഇതിന്റെ ഒരു അന്വേഷണ ചുമതല നൽകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം വ്യാഴാഴ്ചയോടെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അമ്മയും സഹോദരനും ഷാർജയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അമ്മ ഇന്ന് പുലർച്ചെ 7 മണിക്ക് ഷാർജയിൽ എത്തിയതായിട്ടാണ് വിവരം.
സഹോദരൻ വൈകുന്നേരത്തോടുകൂടി ഷാർജയിലെത്തും എന്നും അറിയുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഷാർജയിൽ കൊല്ലം സ്വദേശിയായ വിഭജിക്കുകയും മകളും ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കേസിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം നാട്ടിൽ പരാതി നൽകിയിരുന്നു. തുടർന്നുള്ള അന്വേഷണം നടന്നുവരുന്നു. മൃതശരീരം നാട്ടിലെത്തിയതിനു ശേഷം പോസ്റ്റ്മോർട്ടം അടക്കം കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടാവും. ശ്രീജ. ശരി, ബിനീഷാണ് വിവരങ്ങൾ നൽകിയത്. വിഭജികയുടെ അമ്മ ശൈലജ ഇപ്പോൾ ഷാർജയിലെത്തിയിട്ടുണ്ട്. സഹോദരനും അങ്ങോട്ടേക്ക് എത്തും. അവിടെയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കുടുംബം ആലോചിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇനി മുന്നിലുള്ളത് വെറും 24 മണിക്കൂറാണ്. കാന്തപുരത്തിന്റെ പ്രതിനിധികൾ യമനിൽ ചർച്ച നടത്തി. നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ഓരോ നീക്കവും ഇനി നിർണായകമാണ്. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. പക്ഷേ ഇന്നലെ തുടങ്ങിയ ചർച്ചകളിൽ ചില പോസിറ്റീവ് സയൻസ് കാണുന്നു എന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഈ കുടുംബത്തിന് പല അഭിപ്രായമാണെന്ന് അറിയുന്നു. അവരെ ഒന്നിച്ചാക്കുക, ഒരു അഭിപ്രായത്തിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനം. അതിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്? എങ്ങനെയൊക്കെയാണ് വാർത്തകൾ അവിടെ നിന്ന് വരുന്നത്? ശ്രീജ, അതായത് ഈ വധശിക്ഷ നാളെയാണ് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഈ ചർച്ച ഇപ്പോഴും ഇങ്ങനെ അനന്തമായി നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുടുംബാംഗങ്ങൾ ഭിന്നാഭിപ്രായമാണ് ഈ ഒരു കാര്യത്തിൽ ഉയർത്തുന്നത്. കാരണം അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പലരും ഇതിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട കാര്യം. ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ സഹോദരൻ ഇതിനോട് കൂടുതൽ യോജിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വധശിക്ഷ റദ്ദാക്കുന്ന ആ ഒരു നടപടിയുടെ ചർച്ച പുരോഗമിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വധശിക്ഷ നീട്ടിവെക്കണം എന്നുള്ള ആവശ്യവുമായി ഇവർ മുന്നോട്ട് പോവുകയാണ്. കാരണം കൂടുതൽ സമയം ഈ ഒരു ഘട്ടത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നാളെ നടപ്പാക്കാനിരിക്കുന്ന ആ ഒരു ഉത്തരവ് അത് പിൻവലിക്കണം. ഒപ്പം തന്നെ അതിനുമായി ബന്ധപ്പെട്ട് സനായിലെ കോടതിയെ സമീപിക്കാനുള്ളൊരു ക്രിമിനൽ കോടതിയെ സമീപിക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഉടൻ തന്നെ സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. അത് ഇന്ന് അടിയന്തരമായി പരിഗണിക്കുകയും ഒപ്പം തന്നെ അവിടുന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള നടപടി ഉണ്ടായാൽ ഈ സമയം നീട്ടി ലഭിക്കുകയും ചെയ്യും. അത് കൂടുതൽ ആശ്വാസകരമായിരിക്കും. കാരണം ഈ ചർച്ചകൾ നടക്കുമ്പോൾ കൂടുതൽ സമയം വേണ്ടി വരും. ഒപ്പം തന്നെ കാന്തപുരത്തിൻ്റെ ഒക്കെ പ്രതിനിധികൾ അവിടെ സംസാരിക്കുന്നുണ്ട്. അവിടുത്തെ സുന്നി വിഭാഗത്തിൻ്റെ നേതാക്കളൊക്കെയാണ് മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ചർച്ച പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഗോത്ര വിഭാഗങ്ങളെ അനുനയിപ്പിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടി ഇതിനു മുമ്പിലുണ്ട്. നേരത്തെ കുടുംബാംഗങ്ങളെ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ഒരു വിഭാഗക്കാരെ കൂടി അനുനയിപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആവശ്യമായിട്ടുള്ള സമയമാണ്. അതാണ് നമുക്കിപ്പോൾ കുറവായിട്ടുള്ളത്. നാളെയാണ് ഈ അധികൃതർക്ക് നടപടികൾ കൈക്കൊള്ളുന്നതിന് വേണ്ടി ഉത്തരവ് കൈമാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രോസസ്സിലേക്ക് അവർ കടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭരണകൂടത്ത് നിന്ന് ഒരു അറിയിപ്പുണ്ടായാൽ മാത്രമേ ഈ നടപടി അവർ നീട്ടിവെക്കുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ സനയിലെ കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇനി നിർണായകമായിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള നടപടിയിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിലൊരു നിലപാട് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിസങ്കീർണമായ നിമിഷങ്ങളാണ്, സങ്കീർണമായ സ്ഥിതികളിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പോസിറ്റീവ് വാർത്ത അവിടുന്ന് ലഭ്യമാകുമെന്ന് കരുതുന്നു. ചെയ്യാനുള്ള എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്ത കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി ഇന്ത്യയെ സംബന്ധിച്ച് ഈ മോചനത്തിനായി ഒന്നും തന്നെ ആവശ്യപ്പെടാനില്ല എന്നുള്ളതാണ്. ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത് ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബം തന്നെയാണ്. ആ കുടുംബം ഒരു അനുകൂല നിലപാടിലേക്ക് വന്നാൽ മാത്രമേ ഈ വധശിക്ഷ റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ സങ്കീർണമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതിന് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ സമയം നീട്ടി ലഭ്യമാകുമെന്നുള്ളത് തന്നെയാണ്. ശ്രീജ. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശുഭാംശു ശുക്ലയും സംഘവും ഇന്ന് ഭൂമിയിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഉച്ചയ്ക്ക് 3 മണിയോടെ ഡ്രാഗൺ പേടകം പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുമെന്നാണ് വിവരം. തുടർന്ന് ടെക്സസിലെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് ദൗത്യ സംഘത്തെ എത്തിക്കും. വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നു. അജയ്, ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആക്സിയം 4 ദൗത്യ സംഘത്തിന്റെ മടങ്ങിവരവിനായി. ഇന്നലെ വൈകിട്ട് ആരംഭിച്ച യാത്ര ഇപ്പോഴും തുടരുകയാണ്. അതേത് ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്? ഇപ്പോൾ നിലവിൽ അതിൻ്റെ ഭ്രമണപഥം താഴ്ത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇനി ഓരോ ഘട്ടങ്ങളിലായിട്ട് ഭ്രമണപഥം താഴ്ത്തി അത് പതിയെ ഭൂമിയിലേക്ക് അടുപ്പിക്കും. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള അടുത്ത ഡി ഓർബിറ്റൽ സ്റ്റേജ് ആരംഭിക്കുക. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കറിയാം ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം ഇതിൻ്റെ വേഗത പിന്നെയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴുള്ള വേഗതയുടെ ഒരു ഇരട്ടിയാകാനുള്ള സാധ്യതയുണ്ട്.
സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എഞ്ചിനുകൾ ജ്വലിപ്പിച്ച് അതിൻ്റെ വേഗത പരമാവധി കുറച്ചുകൊണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് കർഷണമാണ്. ഭൂമിക്ക് അന്തരീക്ഷമുള്ളതിനാൽ തന്നെ അന്തരീക്ഷ വായുവിൽ ഉരസിയുള്ള കർഷണം. ഇത് കാരണം ഇതിൻ്റെ ഉപരിതലത്തിലുള്ള താപനില ഏതാണ്ട് 2200 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ള സാധ്യതകളുണ്ട്. ഇതിനെ സംരക്ഷിക്കാനായി ഈ ഡ്രാഗൺ പേടകത്തിൻ്റെ ചുറ്റും ഒരു താപ കവചം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാരണം ആ ഒരു ബഹിരാകാശ ക്യാപ്സ്യൂളിനോ ഇതിനകത്തുള്ളവർക്കോ ഒന്നും തന്നെ സംഭവിക്കില്ല. ഇതെല്ലാം മറികടന്ന് വേണം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യാനുള്ളത്. ഇപ്പോൾ സമയം വേറെ മാറ്റമൊന്നും അറിയിച്ചിട്ടില്ല. 3 മണി തന്നെയാണ് ISRO അതുപോലെ തന്നെ നാസയും നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഈ പസഫിക് സമുദ്രത്തിൽ കാലിഫോർണിയ തീരത്തിനടുത്തുള്ള പസഫിക് സമുദ്രത്തിലാണ് സ്പ്ലാഷ് ഡൗൺ ചെയ്യാനുള്ള ലൊക്കേഷനായി നിലവിൽ ഇപ്പോൾ നമുക്ക് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉൾപ്പെടെ ലഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഇപ്പോൾ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് മറ്റ് കാലാവസ്ഥാ പ്രശ്നങ്ങളോ മറ്റ് വെല്ലുവിളികളോ ഒന്നും തന്നെ സമുദ്രത്തിൽ നിലനിൽക്കുന്നില്ല. സുരക്ഷിതരായി തന്നെ ലാൻഡ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് നിലവിലുള്ള വിവരം. വൈകുന്നേരം ഇവർ സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്നതോടെ ഈ ബഹിരാകാശ ക്യാപ്സ്യൂൾ അതിനകത്ത് നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് സ്പേസ് എക്സിൻ്റെ കപ്പലിലേക്ക് മാറ്റും. ഇത് ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ വഴി എയർലിഫ്റ്റ് ചെയ്ത് ടെക്സസിലുള്ള ഈ പ്രത്യേക ഒരു സെൻറ്ററിലേക്ക് മാറ്റും. അവിടെ വെച്ചായിരിക്കും ഇവരുടെ 7 ദിവസത്തെ നിരീക്ഷണവും മറ്റ് കാര്യങ്ങളും എല്ലാം നടക്കുക. തീർച്ചയായിട്ടും 3 മണി സമയമെന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുകയാണ്. ഇതിനോടൊപ്പം പോളണ്ട്, ഹംഗറി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്കും ഇത് നിർണായകമായിട്ടുള്ള ദിവസം തന്നെയാണ്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ പറഞ്ഞ 3 രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ബഹിരാകാശ സഞ്ചാരി ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചു വരുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് സമയം ചെലവഴിക്കുന്ന ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന റെക്കോർഡും അതുപോലെ ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന റെക്കോർഡും കൈപ്പിടിയിൽ ഒതുക്കി ഒരു ഹീറോ ആയിട്ട് തന്നെയാണ് ശുഭാംശു ശുക്ലയുടെ മടങ്ങിവരവും. അജയ്, ഇതോടൊപ്പം ഈ പരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതേത് തരത്തിൽ ഇന്ത്യയുടെ മറ്റ് ഇനി വരാനിരിക്കുന്ന ദൗത്യങ്ങളിലടക്കം ഉപയോഗപ്പെടുത്താമെന്നതാണ് ISROയെ സംബന്ധിച്ച് പ്രധാനമായുമുള്ളത്. ISROയുടെ പ്രതിനിധികളടക്കം അവിടെ ഉണ്ടാകുമെന്ന് അറിയുന്നുണ്ട്. അത് എത്രത്തോളം പ്രതീക്ഷയോടെയാണ് ഇന്ത്യ കാണുന്നത്, ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ മേഖല കാണുന്നത്? ഇന്ന് അവർ ബഹിരാകാശത്ത് നിന്ന് എത്തിക്കുന്ന ഡേറ്റ അത് വളരെയധികം ഒരു നിർണായകമായിട്ടുള്ളതാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ നിന്നുള്ള ഒരു കണ്ടെത്തലുകൾ അത് നമ്മുടെ ഭാവി മിഷൻ ഡിസൈൻ ചെയ്യുന്നതിലാണെങ്കിലും ഭാവിയിലത്തേക്കുള്ള ഉപകരണങ്ങൾ അത് ഡെവലപ്പ് ചെയ്യുന്നതിലാണെങ്കിലും നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ മൈക്രോ ആൽഗകളുടെ പ്രവർത്തനം ഉൾപ്പെടെ ഇത് പ്രധാനപ്പെട്ടതാണ്. ഇവയുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിലൂടെ ഭാവിയിൽ ബഹിരാകാശ സഞ്ചാരികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇന്ധനം അതുപോലെ തന്നെ ഭക്ഷണം തുടങ്ങിയിട്ടുള്ളവ ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും സാധിക്കും. അതുപോലെ തന്നെ ബഹിരാകാശത്ത് ഇപ്പോൾ ജീവിക്കുന്ന ബാക്ടീരിയകൾക്ക് എത്ര കാലം സർവൈവ് ചെയ്യാൻ സാധിക്കും, ഇവയുടെ സർവൈവൽ കാലാവധി, ഇവയെല്ലാം പ്രത്യേകം നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇതെല്ലാം തീർച്ചയായിട്ടും ഒരു ദീർഘകാലയളവിൽ നമ്മുടെ രാജ്യത്തെ ബഹിരാകാശ മിഷന് എല്ലാം ഒരു ദൗത്യത്തിന് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ മസിൽ സെൽസിൻ്റെ പ്രവർത്തനം, പിന്നെ ബഹിരാകാശത്ത് വെച്ച് വിത്തുകൾ മുളപ്പിച്ച് അതിൻ്റെ സാമ്പിളുകൾ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്, അതുപോലെ ബഹിരാകാശത്ത് വെച്ച് ഇപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനുകളും അതുപോലെ കീപാഡുകളും പിന്നെ മൗസുകൾ ഉപയോഗിക്കുമ്പോൾ കണ്ണുകൾക്കും വിരലുകൾക്കും ഉണ്ടാകുന്ന ചലനത്തിലെ വ്യതിയാനങ്ങൾ, ഇവയെല്ലാം തീർച്ചയായിട്ടും നിരീക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം ശുഭാംശു ശുക്ലയുടെ ഈ അനുഭവങ്ങൾ തന്നെയാണ്. അദ്ദേഹം ഹാം റേഡിയോ വഴി വിദ്യാർത്ഥികളുമായി അത് ചെറിയ രീതിയിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ശാസ്ത്രീയമായി അദ്ദേഹം നേടിയെടുത്ത അറിവുകൾ, അതിൻ്റെ ഒരു ടെക്നിക്കൽ ആയിട്ട് അദ്ദേഹം നേടിയെടുത്ത മറ്റ് കൂടുതൽ കാര്യങ്ങൾ ഇതെല്ലാം അദ്ദേഹം ഇന്ത്യയിലെത്തി ഇവിടുത്തെ മറ്റ് ശാസ്ത്രജ്ഞരുമായി പങ്കുവയ്ക്കും. അടുത്ത ഗഗൻയാൻ ദൗത്യത്തിൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ ഈ ഉപദേശം, ഇദ്ദേഹത്തിൻ്റെ ഈ നേതൃത്വം അത് തീർച്ചയായിട്ടും ISROയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ശാസ്ത്രജ്ഞർക്കും എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരു ഉപയോഗപ്രദമാകും. മാത്രമല്ല ഒരു സ്വകാര്യ ദൗത്യം എന്ന നിലയിൽ 60ഓളം പരീക്ഷണങ്ങൾ 31 രാജ്യങ്ങളുടെ 60ഓളം പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയാണ് ഈ ആക്സിയം 4 സംഘത്തിൻ്റെ വരവെന്ന് പറയുന്നത്.
പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിൽ 7 പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ് ശുഭാംശു ശുക്ല പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റുകളെല്ലാം അദ്ദേഹം തത്സമയം സംസാരിച്ചപ്പോഴെല്ലാം നമുക്ക് ലഭ്യമായിരുന്നു. ഇനി കൂടുതൽ എന്തൊക്കെയാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയതെന്നെല്ലാം നമുക്ക് അദ്ദേഹം ഭൂമിയിലെത്തിയതിനു ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചപ്പോഴും പിന്നെ ISROയിലെ ശാസ്ത്രജ്ഞരുമായി സംസാരിച്ചപ്പോഴൊക്കെ ഇതിൻ്റെ ചെറിയ അപ്ഡേറ്റുകളാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കൂടുതൽ ഈ ഇപ്പോൾ നമ്മൾ കേട്ട് മാത്രമേ നമുക്ക് പരിചയമുള്ളൂ ഈ വിത്തുകളുടെ വളർച്ച, അതുപോലെ തന്നെ ഈ ശരീരത്തിലെ സെൽസിന്, മസിൽ സെൽസിന്, പിന്നെ ബോൺ സെൽസിനൊക്കെ ഉണ്ടാകുന്ന ആ പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം നടത്തി അതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ചു എന്ന് മാത്രമേ അറിയാവൂ. ഭൂമിയിലെത്തിയതിന് ശേഷം അതിൻ്റെ അവസ്ഥ എന്താണ്, അത് ഇതിൻ്റെ നിരീക്ഷണ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. അതിൻ്റെ അപ്ഡേറ്റുകളും നമുക്ക് അതിനനുസരിച്ച് പുറത്തുവിടാം. ശ്രീജ, ഓക്കെ. അജയാണ് വിവരങ്ങൾ നൽകിയത്. ആകാംക്ഷയോടെ ഉദ്വേഗത്തോടെ കാത്തിരിക്കുകയാണ് ലോകം. ആക്സിയം 4 ദൗത്യം സ്വകാര്യ പങ്കാളിത്തത്തോടെ നടക്കുന്ന ഏറ്റവും വലിയ ലോകത്തെ 2ാമത്തെ ദൗത്യമാണ്. 4 പേരാണ് പോയിട്ടുള്ളത്. അതിൽ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയുണ്ട് എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരം. അപ്പോൾ ആ ദൗത്യത്തിൻ്റെ ഫലങ്ങൾ അറിയാൻ, അവർക്ക് ചെയ്ത കാര്യങ്ങളുടെ ഫലങ്ങൾ അറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. മറ്റ് വാർത്തകളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.